ണ്ടിരുന്നു. അപ്പോൾ സ്കാനിങ്ങിലൊന്നും ഇല്ലെങ്കിലും മൂത്ര പരിശോധനയിൽ രക്തം കാണുന്നത് അതിനർത്ഥം മൂത്രം വരുന്ന വഴികളിൽ എവിടെയോ മുറിവാകുന്നുണ്ടെന്നാണ്. അതിനാണല്ല രക്തം വരുന്നത്. മുറിവാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കല്ലുകളുടെ ആണ്, ചെറിയ കല്ലുകളാണ്. അതുകൊണ്ടായിരിക്കും യൂറോളജിസ്റ്റ് അങ്ങനെ പറഞ്ഞത്, കല്ലാകാനാണ് സാധ്യത. അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടക്ക് നല്ല ശക്തമായ വേദന വരിക, അത് ഏതെങ്കിലും ഒരു വശത്താവാം. അതിന്റെ കൂടെ ഛർദ്ദിക്കാനുള്ള ഒരു തോന്നലുണ്ടാവാം. മൂത്രമൊഴിക്കാൻ മുട്ടും, പക്ഷെ മൂത്രമൊഴിച്ചാൽ ആ സമയത്ത് പോയിക്കൊള്ളുന്നില്ല. ഏതായാലും ഇതൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ. പക്ഷെ പനി ഉണ്ടാവില്ല, ഛർദി ഉണ്ടാവാം. ഏതായാലും സ്കാനിങ്ങിൽ അങ്ങനെ വലിയ കല്ലുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വെള്ളം ധാരാളം കുടിക്കുക. പിന്നെ അത്തരം വേദനകൾക്ക് കൊടുക്കുന്ന മരുന്നുകളുണ്ട്, അത് ഡോക്ടർ തന്നിട്ടുണ്ടാവണം, അത് കഴിക്കുക. ഇതൊക്കെയാണ് പൊതുവിൽ ചെയ്യേണ്ടത്. പിന്നീടും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൊക്കിളിന്റെ ചുറ്റും എന്നുള്ളൊരു വേദന എന്ന് പറഞ്ഞത് പിന്നെ വേറെ ഒരു സാധ്യത അപ്പൻഡിക്സിന്റെ വേദനയാണ്. അപ്പൻഡിക്സിന്റെ വേദനയ്ക്ക് നിങ്ങൾക്ക് സാധ്യത കുറവാണ്. അത് പറയാൻ കാരണം നിങ്ങൾ പനി പറയുന്നില്ല. അതുപോലെ പൊക്കിളിന്റെ താഴ്ഭാഗത്ത് വലത് വശത്തായിട്ടാണ് അപ്പൻഡിക്സിന്റെ വേദന ഉണ്ടാവുക. അത് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്കാനിങ്ങിൽ അത് അറിയുകയും ചെയ്യുമായിരുന്നു. ഏതായാലും കല്ലാവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. നിങ്ങൾ നേരിട്ട് പരിശോധിച്ചിട്ടില്ല, പക്ഷേ ഡോക്ടർ നിങ്ങളോട് നിർദ്ദേശിച്ചത് കല്ലാവാനുള്ള സാധ്യതയാണ്. അപ്പോൾ വെള്ളം ധാരാളം കുടിക്കുക. അത് വേദന വരുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഗുളികകൾ കഴിക്കുക. നിങ്ങൾക്ക് യൂറിക് ആസിഡോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ളത് ഡോക്ടർ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുളികകളും ചിലപ്പോൾ കഴിക്കേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ ആ ചെറിയ ചെറിയ കല്ലുകൾ ചിലപ്പോൾ സ്കാനിങ്ങിൽ ഉണ്ടായി കണ്ടുകൊള്ളുന്നില്ല. അത് പോകുമ്പോൾ വേദന ഉണ്ടാവാം. വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത്. അതല്ലാതെ ഉള്ളത് വലിയ കല്ലുകളാണെങ്കിൽ, ഒരു നിശ്ചിത വലിപ്പത്തിൽ കൂടുതലുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ അതിന്റെ ഒരു പരിധി നിശ്ചയിച്ചിട്ടുള്ളത് ഒരു 0.4 mm ആണ്. 0.4 mm ആണ് ഇപ്പോൾ പറയുന്നത്. മുമ്പ് 0.7 mm ആയിരുന്നു. അതായത് ഏകദേശം ഒരു 1/2 സെന്റിമീറ്ററിനടുത്തോളം വലിപ്പമുള്ള കല്ലിൽ കൂടുതലുള്ളതാണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുക. അതല്ല എങ്കിൽ മൂത്രത്തിലൂടെ പോകാൻ വേണ്ടിയുള്ള വെള്ളം കൂടുതൽ കുടിക്കുകയും വേദന വരുന്ന സമയത്ത് വേദനയുടേതായിട്ടുള്ള ചികിത്സകൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പൊതുവെ മൂത്രത്തിൽ കല്ലിന് വേണ്ടി ചെയ്യാറ്. അതിന് മൂത്രത്തിൽ കല്ല് വരാൻ കാരണമായിട്ടുള്ള പല രോഗാവസ്ഥകളുമുണ്ട്. അത് ഞാൻ സൂചിപ്പിച്ച ഒന്ന് യൂറിക് ആസിഡ് കൂടുതലാണ്. അങ്ങനെയുള്ള രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചികിത്സകളും വേണ്ടിവരും. ഏത് രോഗം കൊണ്ടാണെങ്കിലും ശരി, പല രോഗങ്ങൾ കൊണ്ടും ഈ മൂത്രത്തിൽ കല്ല് വരാം. ഏത് രോഗം കൊണ്ടാണെങ്കിലും ശരി, അതിൽ എല്ലാ രോഗങ്ങൾക്കും വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. വെള്ളം ധാരാളം കുടിക്കുക, യൂറോളജിസ്റ്റിന്റെ തന്നെ നിർദ്ദേശപ്രകാരമുള്ള വേദനയുടെ ഗുളികകൾ കഴിക്കുകയും ചെയ്യുക. അതാണ് അതിന് പൊതുവെ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. മറ്റു ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പേടിക്കേണ്ട മറ്റൊരു വിഷയം ഉണ്ടായിരുന്നത് അപ്പൻഡിസൈറ്റിസ് ആണ്. അതില്ല എന്ന് സ്കാനിങ്ങിലൂടെയും മറ്റു നിങ്ങളുടെ ലക്ഷണങ്ങളിലൂടെയും നമുക്ക് ഏകദേശം അതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ചോദ്യമുണ്ടോ? ജംഷീർ നാട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് യൂറിക് ആസിഡ് 6.1 തന്നെ കുറച്ച് കൂടുതലാണ്. പക്ഷെ ഇപ്പൊ മരുന്ന് കഴിക്കേണ്ട, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ ഏതായാലും മൈക്രോസ് ചെയ്യാം ഒന്നുകൂടെ. അതിനിടയ്ക്ക് വേറൊരു ചോദ്യം പബ്ലിക്കിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത അവസ്ഥയിൽ പരിഗണിക്കാം. അസ്സലാമു അലൈക്കും. ഡോക്ടർ, എനിക്ക് വേദനയല്ല വയറിന്റെ ചുറ്റും. നമ്മുടെ വയറിന്റെ ചുറ്റും ഒരു പുകച്ചിൽ പോലെയാണ്. ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. യൂറിക് ആസിഡ് അദ്ദേഹം പിന്നെ ഡോക്ടർ പറഞ്ഞത് 6.1, റിപ്പോർട്ടിൽ കാണിക്കുന്നത് 6.1 എന്നുള്ളതാണ്. കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ വയറിന്റെ ചുറ്റുഭാഗത്തും ഒരു പുകച്ചിൽ പോലെയാണ്. അത് ഇടക്ക് നെഞ്ഞിന്റെ ഭാഗത്തേക്ക് കയറുന്നു, വലതു ഭാഗത്തേക്ക് ചില സമയങ്ങളിൽ ഇടതു ഭാഗത്തേക്ക് കയറുന്നു. അതുപോലെ തന്നെ കീഴ്വായു പോകുന്നേ ഇല്ല. ഇങ്ങനൊരു പ്രശ്നം കൂടി കിടക്കുന്നുണ്ട്. അപ്പൊ നാളെ ഡോക്ടർ രക്തവും മലവും മൂത്രവും ടെസ്റ്റ് ചെയ്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞ ലക്ഷണങ്ങൾ കൂടുതൽ അപ്പർ, അതായത് മുക്കിളിന്റെ മുകൾ ഭാഗവുമായി ബന്ധപ്പെട്ടാണ്. അതും ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുന്നു. ഇതൊക്കെ
അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന മരുന്നിൽ ആസിഡിറ്റിക്ക് വേണ്ടി കഴിക്കുന്ന പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, ചില ഒമിപ്രസോള്, റാബിപ്രസോള്, പാൻഡോപ്രസോള് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്ന ഗ്യാസിന്റെ ഗുളികകൾ, കെട്ടുഗുളികൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ക്യാപ്സ്യൂൾ ഗുളികകൾ 2 നേരത്തേക്ക് ഡോക്ടർ എഴുതിയിട്ടില്ലെങ്കിൽ അതും കൂടെ നിങ്ങളുടെ ഇപ്പോഴത്തെ മരുന്നിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എരിവ് പുളിയൊക്കെ കുറയ്ക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. വേദനയുടെ ഗുളികകൾ അതല്ലാതെ വേറെ എന്തെങ്കിലും മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് തൽക്കാലം നിർത്തേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഭക്ഷണത്തിൽ എരിവും പുളിയും കുറയ്ക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. രാത്രിയിൽ ഭക്ഷണത്തിനും ഉറക്കത്തിനും ഇടയിൽ ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കൊടുക്കുക. തലയുടെ ഭാഗം ഉയർത്തി വെച്ച് കിടക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഗ്യാസ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതായത് അസിഡിറ്റി കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേദനയ്ക്ക് ഗുളിക ഡോക്ടർ തന്നിട്ടുണ്ടാവണം, ഈ മൂത്രക്കല്ലിന്റെ വേദന എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതും ഈ അസിഡിറ്റിയുടെ പ്രശ്നം കുറച്ച് കൂട്ടും. അപ്പോൾ അതിന്റെ കൂടെ വേദനയുടെ ഗുളികയുടെ കൂടെ ഗ്യാസിന്റെ ഗുളികയും സാധാരണഗതിയിൽ മിക്ക ഡോക്ടർമാരും കൊടുക്കാറുണ്ട്. അത് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങൾക്ക് എല്ലാ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ PM ഇട്ടാൽ ആ മരുന്ന് ഫോട്ടോ എടുത്തിട്ടോ മറ്റേ PM ഇട്ടാൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഞാൻ വേറൊരു ചോദ്യം വന്നിരുന്നല്ലോ, ഒരു കൊളസ്ട്രോള് 240 ഒരു ചോദ്യം വന്നിരുന്നു. കൊളസ്ട്രോൾ 240 മെഡിസിൻ കഴിക്കേണ്ടവരുണ്ടോ? കൊളസ്ട്രോൾ 240 എന്ന് പറഞ്ഞാൽ പൊതുവെ കുറച്ച് കൂടിയ കൊളസ്ട്രോൾ തന്നെയാണ്. നിങ്ങൾക്ക് എത്ര പ്രായമാണെങ്കിലും ശരി, നിങ്ങൾക്ക് പ്രഷറും ഷുഗറും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസ്ഥയിൽ കൊളസ്ട്രോളിന്റെ കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കേണ്ടി വരും. പിന്നെ അങ്ങനെ കാർഡിയോവാസ്കുലർ ഹാർട്ടിന്റെ അസുഖത്തിനുള്ള മറ്റു റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ, മറ്റു ഹൃദയ ആഘാത രോഗങ്ങൾക്ക് കാരണമാവുന്ന മറ്റു രോഗാവസ്ഥകളൊന്നും നിങ്ങൾക്കില്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയാലും മതി. അതല്ല ഷുഗറും പ്രഷറൊക്കെ ഉള്ള ആളാണെങ്കിൽ ഇപ്പൊ തന്നെ കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ ഈ 240 എന്നുള്ള മൊത്തത്തിലുള്ള കൊളസ്ട്രോൾ മാത്രം നോക്കിയാൽ പോരാ, ഭക്ഷണം കഴിക്കാതെ, അതായത് 12 മണിക്കൂറെങ്കിലും ഒഴിഞ്ഞ വയറിൽ പോയിട്ട് എല്ലാ തരത്തിലുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള കൊളസ്ട്രോളൊക്കെ വേർതിരിച്ച് തന്നെ നോക്കിയിട്ട് അതിന്റെ കൂടെ പ്രഷർ, ഷുഗർ, മുമ്പ് ഹൃദയാഘാതം വന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ നെഞ്ചുവേദന ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പ്രഷറിന് അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ ഗുളിക കഴിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഏതായാലും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 1-2 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കി, ഞാൻ പറഞ്ഞ പോലെ ഒഴിഞ്ഞ വയറിൽ റിപ്പീറ്റ് ചെയ്ത് നോക്കി കുഴപ്പമില്ലെങ്കിൽ മരുന്ന് കഴിക്കാതെയും ശ്രദ്ധിക്കാം. പിന്നെ ചില രോഗാവസ്ഥകളും ഇങ്ങനെ കൊളസ്ട്രോൾ കൂട്ടി നിൽക്കാം. അതിൽപ്പെട്ട ഒന്നാണ് ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡിന്റെ അളവിന്റെ കുറവ്. നിങ്ങളൊരു പ്രായം കൂടിയ ഒരു വ്യക്തി അല്ലെങ്കിൽ വെയിറ്റ് കൂടിയ വ്യക്തിയാണെങ്കിൽ, ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തൈറോയിഡിന്റെ ഹോർമോണും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അത് തെറ്റി നിൽക്കുകയാണെങ്കിൽ ആ കാരണം കൊണ്ട് ഈ കൊളസ്ട്രോൾ കൂടി നിൽക്കും. അപ്പോൾ ആ തൈറോയിഡിന്റെ പ്രശ്നം നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ ഈ കൊളസ്ട്രോളും നോർമലായിട്ട് വരാം. അപ്പോൾ ഡോക്ടർ നിങ്ങളെ കാണുമ്പോൾ തൈറോയിഡ് സംശയിക്കുകയാണെങ്കിൽ മാത്രമേ തൈറോയിഡിനെ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതും ഒരു കാരണമാവാം എന്ന് ഞാൻ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഏതായാലും അടുത്ത ചോദ്യങ്ങൾക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിക്കുന്നു. ഒരു ചോദ്യം, സീറം ട്രൈഗ്ലിസറൈഡ് എന്നാൽ എന്താണ്? സീറം ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെറും വയറ്റിൽ നമ്മൾ പരിശോധിക്കുന്ന എല്ലാ തരത്തിലുള്ള കൊളസ്ട്രോളും നോക്കുന്ന ഫാസ്റ്റിംഗ് ലൈപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയും. ഫാസ്റ്റിംഗിന്റെ സമയത്ത് നമ്മുടെ എല്ലാ തരം കൊളസ്ട്രോളും നോക്കുന്ന അതിനകത്തുള്ള ഒരു വിഭാഗമാണ് സീറം ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത്. അത് ഫാറ്റിന്റെ ഒരു വകഭേദമാണ്. അത് കൂടി നിൽക്കാറ് സാധാരണഗതിയിൽ അല്ല രോഗാവസ്ഥയിലും കൂടി നിൽക്കാം, ഷുഗറുള്ള ആളുകൾക്ക് കൂടി നിൽക്കാം, മദ്യം കൂടുന്ന ആളുകൾക്ക് കൂടി നിൽക്കാം. ഇതൊക്കെ അതിനൊരു കാരണമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫാസ്റ്റിംഗ് ഒരു 12 മണിക്കൂറെങ്കിലും ഫാസ്റ്റിംഗ് അല്ലെങ്കിലും ഇത് കൂടി നിൽക്കാം. ഭക്ഷണം കഴിച്ച ഉടനെ എല്ലാവരുടെ ശരീരത്തിലും ഇത് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിഗമനം നടത്തണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കൃത്യമായ 12 മണിക്കൂറെങ്കിലും ഒഴിഞ്ഞ വയറ്റിലായിരിക്കണം അത് നടത്തുന്നത്. പിന്നെ
ഒരു ചോദ്യം, ഷുഗർ കൂടിയാൽ മലബന്ധം ഉണ്ടാവുമോ? ഷുഗർ കൂടിയാൽ മലബന്ധം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, മലബന്ധത്തിനൊരു പ്രധാന കാരണമാണ് നമ്മുടെ ശരീരത്തിലുള്ള ജലത്തിന്റെ കുറവ്. ഷുഗർ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഷുഗർ നമ്മുടെ മൂത്രത്തിലൂടെ പോകും. ഷുഗർ മൂത്രത്തിലൂടെ പോകുമ്പോൾ അത് ഒരു മൂത്രം കളയുന്ന ഒരു ഓസ്മോട്ടിക് ഡയോറസിസ് എന്നാണ് പറയുന്നത്. മൂത്രം ഒഴിച്ചു കളയാൻ വേണ്ടി നമ്മൾ പല മരുന്നുകളും കൊടുക്കുമല്ലോ, അത് എങ്ങനെ എഫക്റ്റ് ആവുന്നു അതുപോലെ നമ്മൾ ഷുഗർ രോഗികളിൽ ഈ ഷുഗർ മൂത്രത്തിലൂടെ പോകുന്ന കാരണവും ധാരാളം മൂത്രം ഒഴിച്ചു പോകും. നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും നമ്മൾ മൂത്രം ഒഴിച്ചങ്ങ് പോകും. അപ്പോൾ അവർക്ക് പൊതുവിൽ എത്ര വെള്ളം കുടിച്ചാലും നമ്മുടെ ശരീരത്തിൽ വെള്ളം ഉണ്ടാവില്ല. എപ്പോഴും ഒരു ഡീഹൈഡ്രേറ്റഡ് വെള്ളം കുടിക്കാത്തൊരവസ്ഥ ആയിരിക്കും നമ്മുടെ ശരീരത്തിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത്ര ആളുകളിൽ മലബന്ധം, ഷുഗർ കൺട്രോൾ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. PM ഓപ്പൺ ആക്കാൻ വേണ്ട. ഏതായാലും ഞാൻ നിങ്ങൾക്ക് മാത്രം PM തുറക്കുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾ PM പൊതുവിൽ കോമണിൽ ചോദിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് PM ഞാൻ അങ്ങോട്ട് തരാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കീബോർഡ് കേടായി കിടക്കുകയാണ്. അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഞാൻ PM ആവശ്യമുള്ള ആളുകൾ PM ഈ കോമണിൽ ചോദിച്ചാലും ഞാൻ ആ ID എടുത്തിട്ട് അങ്ങോട്ട് PM തരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേറെ ചോദ്യം ഉണ്ടോ? മൈക്കിലാരും വരാനില്ലേ? അപ്പോ ഒരു ചോദ്യം കൂടെ ഏതായാലും പരിഗണിക്കാം ഇൻഷാ അല്ലാഹ്. പല്ലിന്റെ മോണകൾ വേദനിക്കുന്നു, കടയുന്നു, എന്താണ് കാരണം സാർ? സാധാരണഗതിയിൽ പല്ലിന്റെ അത് ഡോക്ടർമാരുടെ സെക്ഷനാണ്. എന്നാലും മോണകൾ വേദനിക്കുന്നത് പഴുപ്പിന്റെ ഒരു കാരണമാണ്. പിന്നെ പ്ലാക്ക്, അതായത് പല്ലിന്റെ അവിടെ നമ്മൾ ഒരു കക്ക എന്നാണ് പറയുന്നത്. ഈ പല്ല് ഡോക്ടർമാർ അതാണ് പറയുക, കക്ക. ഒരു നമ്മൾ പല്ലിന്റെ താഴ്ഭാഗത്തോട് ചേർന്ന്, പല്ലല്ല പക്ഷെ പല്ലിനോട് ചേർന്ന് തന്നെ ഒരു കല്ല് പോലെ ഉറച്ചിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ അടിഞ്ഞുകൂടി അതിന്റെ മുകളിൽ രാസപ്രവർത്തനങ്ങളൊക്കെ നടന്ന ഒരു കക്ക പോലെ, നമ്മുടെ കക്ക എങ്ങനെ ഉണ്ടാവുക അതുപോലുള്ള സാധനം അടിഞ്ഞുകൂടുക. അതൊക്കെ കാരണം ആയിരിക്കും. അത് സാധാരണഗതിയിൽ മോണയിൽ പഴുപ്പുണ്ടാവുകയും വേദന ഉണ്ടാവുകയും ചെയ്യാം. അതാണ്. പിന്നെ വേദന ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. വേദനയാവാം, പിന്നെ അതുപോലെ തന്നെ പല്ലിന് പുളിപ്പാവാം. പുളിപ്പൊക്കെ ആണെങ്കിൽ ഇത് ഒന്ന് മോണയുടെ ഭാഗം കുറച്ച് ഇറങ്ങി നിന്നാലും പുളിപ്പ് വരും. നമ്മൾ അതിന്റെ പല്ലിന്റെ വേര് ശരിക്കും പുറത്ത് കാണാൻ പാടില്ല എന്നാണ്. നമ്മുടെ ഊന് കൊണ്ട് അടഞ്ഞിരിക്കണം വേര് ഭാഗം. അതേസമയം നമ്മുടെ മോണയുടെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ മോണ താന്നു പോവുകയും വേര് മുകളിൽ കാണുകയും ചെയ്യുമ്പോൾ വേര് സാധാരണഗതിയിൽ അകത്താണ് ഇരിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഭക്ഷണം ഈ ചൂടുള്ള സാധനം തണുത്ത സാധനമൊക്കെ തട്ടുമ്പോൾ ആ വേര് തട്ടുമ്പോൾ വേദനയും തരിപ്പും കുത്തുന്ന വേദനയൊക്കെ ഉണ്ടാവാം. കടച്ചിൽ എല്ലാം ഒന്നും പറയില്ല നിങ്ങൾ. പുളിപ്പാണ് സാറിന് രീതിയിൽ പറയാം. ഏതായാലും അതുണ്ടാവാം. അതൊക്കെ ഏതായാലും ശരിക്കും നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. ഏതായാലും നിങ്ങൾ ശ്രദ്ധിക്കുക, കുറച്ചുകൂടെ ആരോഗ്യകരമായിട്ടുള്ള ബ്രഷിങ് ശ്രദ്ധിക്കുക. അതുപോലെ വിറ്റാമിൻ സി മോണയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വിറ്റാമിൻ സി എന്ന് പറഞ്ഞാൽ ജീവകം സി എന്ന് പറയും മലയാളത്തിൽ, അല്ലേ? അതിനെക്കാളും കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവുക, മലയാളികൾക്ക് തന്നെ മനസ്സിലാവുക വിറ്റാമിൻ സി എന്ന് പറഞ്ഞാലായിരിക്കും. ജീവകം എന്നാണ് വിറ്റാമിന്റെ മലയാളം. ഏതായാലും അത് നമുക്ക് നാരങ്ങ പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് കൂടുതൽ കിട്ടും. അത് മോണയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അത് തീരെ കഴിക്കാത്ത, അതായത് വെജിറ്റേറിയൻ അല്ലെങ്കിൽ വേവിക്കാത്ത ഭക്ഷണം, ഈ ഫ്രൂട്ട്സ് ഒന്നും തീരെ കഴിക്കാത്ത ആളുകൾക്ക് മോണയുടെ ആരോഗ്യം പൊതുവെ കുറഞ്ഞിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഏതായാലും പസ്റ്റൽസ് എന്നാൽ എന്താണെന്നുള്ള ചോദ്യം ഉണ്ട്. അതിനു മുമ്പ് ഷാജി അഹമ്മദ് ഉസ്താദിന്റെ ചോദ്യത്തിന് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ സുഹൃത്തുക്കളെ? സൗണ്ട് കേൾക്കുന്നില്ലേ? ഉസ്താദുമാരൊക്കെ ഉണ്ട്. ഓക്കെ. എന്റെ ഒരു ചോദ്യം, ഇപ്പൊ നമ്മള് തടി കൂട്ടുന്നതിനെ കുറിച്ച് സംസാരിച്ചു. പല ആളുകൾക്കും തടി കുറയാന് വളരെയധികം താല്പര്യമുണ്ട്. പക്ഷെ എക്സസൈസ് ചെയ്യാനോ അതിന് പിന്നാലെ പോകാനൊന്നും ടൈമില്ല. ഓക്കെ. ഗുളിക കുടിക്കാതെ തടി കുറയാന് എന്തൊരു മാർഗം? വോളിയം കുറവുണ്ടോ? ഗുളിക കുടിക്കാതെ എക്സസൈസ് ചെയ്യാതെ തടി കുറയാൻ വല്ല മാർഗമുണ്ടോ?
അതും എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇപ്പൊ പല ആളുകളും ഭക്ഷണത്തിലൊക്കെ വളരെ കൺട്രോൾ വരുത്തിയിട്ട് പിന്നെ തടിയൊക്കെ കുറക്കുന്ന ഡയറ്റിംഗ് എന്ന പേരിട്ടിട്ട് അതെ അറിയട്ടെ, ഡയറ്റിംഗ് എന്ന പേരിട്ടിട്ട് വേറെ പണിയൊന്നും എടുക്കൂല, അല്ലെങ്കിൽ എക്സസൈസിന് പോവില്ല. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് ശരിക്ക് വിഷയങ്ങൾ ഒന്ന് പറഞ്ഞു തരണമെന്ന് ഡോക്ടറോട് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈക്ക് പ്ലീസ്. അസ്സലാമു അലൈക്കും. സാജിദ് ഉസ്താദേ, ഈ ടെൻഷനുള്ള ആളുകൾ ആദ്യം ടെൻഷൻ ഒഴിവാക്കുക. ടെൻഷൻ കുറെ വലിച്ചേറ്റി നടക്കരുത്. പൈസ ഒക്കെ പിന്നെ വരും, ടെൻഷൻ നമ്മൾ ഒഴിവാക്കുക. ആദ്യത്തെ കാര്യം എനിക്കും കൂടി പറയുന്നതാണ്. കാരണം നമുക്ക് ഉറക്കം പ്രധാന വിഷയം തന്നെയാണ്. ഉറക്കം കുറയ്ക്കാന്നുള്ളതല്ല, കൃത്യമായ ഉറക്കം ഇല്ലെങ്കിൽ അതും നമ്മൾ ഈ വെയിറ്റ് കൂടാൻ കാരണമാണ്. നന്നായി ഉറങ്ങുന്ന ആള് ഒരാഴ്ചയൊക്കെ ഉറക്കം ഒഴിവാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിറ്റ് കുറച്ച് താൽക്കാലികമായി ചിലപ്പോൾ കുറഞ്ഞെന്ന് വരും. അതേസമയം സ്ഥിരമായിട്ട് ഉറക്കം കൃത്യമല്ലാത്ത ആളുകളിൽ അത് കാരണം വെയിറ്റ് കൂടും. കാരണം നമ്മുടെ ശരീരത്തിൽ ഉള്ള ഹോർമോണുകൾ ആവശ്യമില്ലാത്ത സമയത്തൊക്കെ നമ്മൾ പകൽ സമയത്ത് ഉണ്ടാവേണ്ട ഹോർമോണുകൾ വരെ രാത്രിയിൽ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് രാത്രിയിലുള്ള ഭക്ഷണം കുറെ കൂടെ നേരത്തെ ആക്കാവുന്നതാണ്. നമ്മൾ പലപ്പോഴും 10 മണി 11 മണിക്ക് രാത്രി ഭക്ഷണം കഴിക്കുന്നത് അത് തീരെ ആരോഗ്യകരമല്ല എന്ന് പറയണം. കാരണം അത് കഴിഞ്ഞ് നമ്മൾ നേരെ കിടക്കാൻ പോവാണ്, ഉറങ്ങാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞ് ആ ഭക്ഷണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഊർജ്ജം നമുക്ക് ശരീരത്തിന് ചെലവഴിക്കേണ്ടി വരുന്നില്ല. രാത്രിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സാധാരണ ഇപ്പോഴത്തെ ഒരു റുട്ടീൻ അനുസരിച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഉറങ്ങുക. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ആ കഴിച്ച സാധനം എല്ലാം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് പോയി അടിയും. അതേസമയം നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിക്കേണ്ടത് രാവിലത്തെ സമയമാണ്. പലപ്പോഴും അത് ഈ പറയുന്ന എനിക്ക് പോലും അങ്ങനെ പിൻപറ്റാൻ പറ്റാറില്ല. എങ്കിൽ പോലും രാവിലത്തെ സമയത്ത് നമുക്ക് എത്രയാണെങ്കിലും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാം. ഉച്ചയ്ക്കും അത്യാവശ്യം കഴിക്കാം. അതേസമയം രാത്രിയിലുള്ള ഭക്ഷണം കഴിവതും നേരത്തെ ആക്കുക. ഒരു 5 മണിക്കോ 6 മണിക്കോ അത്യാവശ്യം നല്ല ഫൈബറുള്ള പെട്ടെന്ന് ദഹിക്കാത്ത തരത്തിലുള്ള ആ സമയം എണ്ണ കുറഞ്ഞ ഭക്ഷണങ്ങളാക്കുക. ഇതൊക്കെ പൊതുവിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തേക്ക് അല്ലാതെ ഒരു വയറിൽ കത്തലുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഫൈബറുള്ള ബിസ്ക്കറ്റുകളൊക്കെ കഴിക്കാം. ഫൈബറുള്ള ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റുകൾ നമുക്ക് നാട്ടിൽ കിട്ടും. കുറച്ച് വില കൂടുതലായിരിക്കും, പക്ഷെ അത് നമ്മുടെ മലബന്ധം മലശോധന നല്ല രീതിയിൽ ശോധനയ്ക്കും അതുപോലെ തന്നെ നമുക്ക് വയറിൽ കനം തോന്നും. പെട്ടെന്ന് ദഹിക്കുകയില്ല, പക്ഷെ ദഹിച്ചു കഴിഞ്ഞാലും അധികം ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ എത്തുകയില്ല. അതാണ് നാരടങ്ങിയ ഭക്ഷണം. നാരടങ്ങിയ ഭക്ഷണം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഗോതമ്പൊക്കെ നമുക്ക് പണ്ടൊക്കെ കുറുക്കിയിട്ട് ഗോതമ്പ് ഉപ്പുമാവൊക്കെ ആയിട്ട് കഴിക്കുന്നത്. അത് ഹോൾ ഗ്രെയിൻ ആണ്. അതായത് ആ ഗോതമ്പിന്റെ ആ ധാന്യം മൊത്തമായിട്ടോ അല്ലെങ്കിൽ പകുതി പൊടിച്ചിട്ടൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അതേസമയം ഇപ്പൊ കഴിക്കുന്ന രീതി എന്ന് വെച്ചാൽ മൊത്തം പൊടിച്ച് എല്ലാം റിഫൈൻഡ് ഫുഡാണ്. എല്ലാം ഗ്രെയിൻസ് ആക്കി അതിലുള്ള തവിടൊക്കെ കളഞ്ഞ ശേഷമാണ് നമുക്ക് കിട്ടുന്ന മൈദ അങ്ങനത്തെ സാധനമൊക്കെ. ഇപ്പൊ നമ്മൾ കഴിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനാരോഗ്യകരമായ ഒരു വസ്തുത നമുക്ക് കഴിക്കുന്ന ധാന്യങ്ങൾ ഹോൾ ഗ്രെയിൻസ് അല്ല. അതേസമയം റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. അത് അനാരോഗ്യകരമാണ്. നമുക്ക് ഊർജ്ജം മാത്രമേ കിട്ടുന്നുള്ളൂ. അതേസമയം അതിൽ കിട്ടുന്ന ഊർജ്ജം ഒരു എനർജി എല്ലാം പോയിട്ട് നമുക്ക് ഫാറ്റായിട്ട് കൊഴുപ്പായിട്ട് ശരീരത്തിൽ കിടക്കും. അതേസമയം നമുക്ക് വിശപ്പ് പെട്ടെന്ന് നിൽക്കുകയില്ല. അതേസമയം ഈ ഉമിയൊക്കെ ഈ മുഴുവനായിട്ടുള്ള ഗോതമ്പ് ഒക്കെ ആണെങ്കിൽ അതാണ് ഫൈബർ കണ്ടന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് പെട്ടെന്ന് വിശപ്പ് ക്ഷമിക്കും. അതേസമയം കൂടുതൽ ഊർജ്ജം ഉണ്ടാവില്ല. കുറെ സമയത്തേക്ക് വയറ്റിൽ കിടക്കുകയും ചെയ്യും. മലബന്ധം ശോധനയ്ക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക രാവിലത്തെ സമയത്ത് കൂടുതൽ നല്ല ഭക്ഷണം കുറച്ച് കൂടുതൽ കഴിച്ചാലും കുഴപ്പമില്ല. അതേസമയം ഉച്ചയ്ക്കും അതുപോലെ ഒരു മിതമായ രീതിയിൽ കഴിക്കുക. രാത്രി എന്നുള്ളത് ഒരു 5 മണിക്കോ 6 മണിക്കോ അല്ലാതെ വൈകാതെ കഴിക്കുക.
എന്നിട്ട് അതൊന്ന് ദഹിച്ച് വിശപ്പാവുന്നതിന് മുമ്പ് കിടക്കുകയും ചെയ്യാം. ഇതാണ് ഒരു നല്ല രീതി. ഭക്ഷണം നിർത്താതെ വെയിറ്റ് കൺട്രോൾ ചെയ്യാവുന്ന ഏറ്റവും ഇതും തെറ്റുമ്പോഴൊക്കെ അത് നമുക്ക് വെയിറ്റ് കൂടാനുള്ളൊരു കാരണമാണ്. ഇതിന് ഈ ഓരോ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും നമുക്ക് മോശം ശീലങ്ങൾ എല്ലാവർക്കും കയറി വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വെയിറ്റ് കൂട്ടുന്ന ഘടകങ്ങളാണ്. അതൊക്കെ ശ്രദ്ധിക്കുക, ടെൻഷൻ ഒഴിവാക്കുക, ആവശ്യത്തിനുള്ള റെഗുലർ എക്സസൈസുകൾ ചെയ്യുക, കൊഴുപ്പ് ഒഴിവാക്കുക. ഇതൊക്കെ എനിക്കും പറയാമെന്ന് എന്നോടും തന്നെ. അത് ഇനി അടുത്ത ചോദ്യത്തിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെയും ഇങ്ങനെ പറയേണ്ടി വരും. കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. ഏതായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ. ആയിക്കോട്ടെ. ഡോക്ടർ, ഞാൻ എൻ്റെ കാലിൻ്റെ 2 മുട്ടിന് വേദനയാണ്. അപ്പോൾ അത് ഒരു 10 വർഷം മുമ്പ് ഇടതേ കാലിന് തുടങ്ങിയത്. അപ്പോൾ അന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുട്ടിനെന്താ മിനിസ്കസ് എന്ന് പറഞ്ഞിട്ടൊരു വാഷറുണ്ടോ, അങ്ങനെ അതിന് പൊട്ടുണ്ട്. അങ്ങനെ അത് ഓപ്പറേഷൻ ചെയ്ത് അവിടെ പ്ലാസ്റ്റിക് അങ്ങനെയാണ് വെച്ചത്. ഇപ്പോൾ മറ്റേ വലത്തെ മുട്ടിനും വേദന ഉണ്ട്, 2 മുട്ടിനും. സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനൊക്കെ നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഇറങ്ങണം. അല്ലാന്നുണ്ടെങ്കിൽ വീഴാൻ പറയാം. പെട്ടെന്ന് ഇപ്പോൾ കാശൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ കുഞ്ഞിന് അതുപോലെ ഒരു മുട്ടിനുള്ളിൽ ഒരു പിടുത്താണ്. മരുന്ന് കുറേയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വേദന കൂടുതലുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ച് തന്നാൽ. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ രോഗാവസ്ഥ നിങ്ങൾ തന്നെ പറഞ്ഞു. മുട്ടിനകത്ത് എങ്ങനെയാണ് ആ മെനിസ്കസിന് അസുഖം വന്നതെന്ന് പറഞ്ഞില്ല. സാധാരണഗതിയിൽ ഈ ഫുട്ബോൾ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഉള്ള ഓട്ടം ചാട്ടം പെട്ടെന്ന് നിൽക്കുക, പെട്ടെന്ന് ഇളക്കൊക്കെ വരുന്ന സമയത്താണ് സാധാരണഗതിയിൽ ഈ മെനിസ്കസിന് പ്രശ്നം ഉണ്ടാകുന്നത്. മുട്ടുകാലിനകത്തുള്ള നമ്മുടെ തുടയെല്ലിന്റെയും നമ്മുടെ കാലിന്റെ എല്ലിന്റെയും ഇടയിൽ സ്മൂത്ത് ആക്കാൻ വേണ്ടിയുള്ള ഒരു വാഷർ പോലെ തന്നെയുള്ള ഒരു ചെറിയ ഒരു നമ്മുടെ ചന്ദ്രക്കല പോലെയുള്ളൊരു രണ്ട് സൈഡിലും ഉണ്ട് ഒരു അതിന് മെനിസ്കസ് എന്നാ പറയുന്നത്. അത് അസ്ഥിയല്ല, ഒരു തരുണാസ്ഥി എന്ന് പറയും. ചെറിയ സ്പോഞ്ച് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കട്ടിയുള്ള ഒരു നല്ല അമർത്തിയാൽ പ്ലയബിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. രണ്ടിനും ഇടയ്ക്ക് ഉള്ള ഘർഷണ ബലം കുറയ്ക്കാൻ വേണ്ടിയുള്ള അത് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഈ ലോക്കിംഗ് എന്നാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ സ്റ്റക്കായി പോകുന്നതിന് ലോക്കിംഗ് എന്നാണ് പറയുന്നത്. മുട്ട് സ്റ്റക്കായി പോവുക, അതൊക്കെ അതിന്റെ പ്രശ്നം തന്നെയാണ്. അപ്പോ അത് എന്താണ് ശരിക്കും അന്ന് ഓപ്പറേഷൻ ചെയ്തതെന്നുള്ളത് മനസ്സിലായില്ല. ഓപ്പറേഷൻ ചെയ്ത് കുറെ ഭാഗങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. വല്ലാതെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ആ ഭാഗം എടുത്ത് കളയും. അങ്ങനെയൊക്കെയാണ് അതിന്റെ ഓപ്പറേഷന്റെ രീതി. ഏതായാലും അതുമായിട്ട് ഇനി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോ ഇനി ചെയ്യാൻ പറ്റുന്ന രീതി. ആ വന്ന അവസ്ഥയുമായിട്ട് നമ്മൾ താതാമ്യം പ്രാപിച്ച് അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അതിന് വല്ലാതെ സ്ട്രെയിൻ കൊടുക്കുമ്പോൾ, അതായത് കയറ്റങ്ങളൊക്കെ വല്ലാതെ കൂട്ടുക, കാലിന് തിരിച്ചിൽ വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ടെൻഷൻ വരികയും വേദന കൂടുതലാവുകയും ചെയ്യുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഉള്ള പൊതുവെ നിങ്ങൾക്ക് അറിയുന്നതിൽ കൂടുതൽ, അതായത് മെനിസ്കസ് എന്ന് പറഞ്ഞാൽ അതിന് പ്രശ്നം ഉണ്ടായ സമയത്താണ് അത് ചെയ്തത്. ഏതായാലും നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ കുറെ അറിയാം. അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അത് ഗുരുതരമായ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അതനുസരിച്ച് ജീവിക്കാൻ അറിയാൻ പറ്റും. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് വേദന വരുന്നത്, അതിന് കൂടുതൽ പണി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിന് പ്രധാനം. അതൊക്കെ അനുസരിച്ച് നമ്മളതനുസരിച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ പ്രശ്നങ്ങളെ കുറെ ഒഴിവാക്കാം. ഏതായാലും ഞാൻ അടുത്ത ചോദ്യത്തിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് ഞാൻ ലോറിയിൽ ക്ലീനറായിരുന്നു മുമ്പ് നാട്ടിൽ. അപ്പോൾ ഈ പൂഴി ഇറക്കുന്ന സമയത്ത് തൂമ്പ കൊണ്ട് ആഞ്ഞു കുത്തി വലിച്ചിട്ടു. പക്ഷെ അത് കാലി ആയിട്ടാണ് വന്നത്. അങ്ങനെ വന്നിട്ട് ആണ് കാലിന് മുട്ടിനിടിച്ച്
പിന്നെ എനിക്ക് ശ്വാസമൊന്നും കിട്ടിയില്ല. പക്ഷെ അന്ന് എനിക്ക് നല്ല ദമ്മുണ്ടായിരുന്നു, രക്തങ്ങളൊക്കെ നല്ല ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് പിന്നെ അതത്ര എന്താ പറയാ ഇതായി നോർമലാക്കി. പിന്നീടാണ് അതിന്റെ ഇതൊക്കെ വന്നത്. അപ്പോ അങ്ങനെയാണ് പിന്നെ കോഴിക്കോട് പോയി അൾട്രാ സൗണ്ട് സ്കാൻ ചെയ്തു. അപ്പോൾ പറഞ്ഞ് അതിനുള്ളിൽ പൊട്ടാണ്, അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്തത്. ഇപ്പോ നമ്മളിങ്ങനെ നടക്കുമ്പോഴൊക്കെ അതിന്റെ സൂക്ഷ്മതയോടുകൂടി ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പിന്നെ അതുപോലെ ഈ ആദ്യത്തെ അത്തഹിയാത്തിന് ഇരിക്കുമ്പോഴൊക്കെ കൂടുതൽ ഇരിക്കാൻ വയ്യ. അതുമാതിരി വല്ല വായിക്കാനും ഇതിനൊക്കെ പള്ളിയിലൊക്കെ പോയി കൂടുതൽ ഇരിക്കുമ്പോഴൊക്കെ കാല് നീട്ടിയിരിക്കണം. ഇവലൊക്കെയാണ് കാല് നീട്ടിയിരിക്കാനും ബുദ്ധിമുട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അതാണ് അതിന്റെ തുടക്കം. ഞാൻ മൈക്ക് റീൽസ് ചെയ്യുന്നു. ഞാൻ ഇവിടെ വാങ്ങുന്ന റിയാദിലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ കേൾക്കുന്നുണ്ടോ? ഡോക്ടർ DC ആയോ? ഹലോ, ഡോക്ടർ DC ആയോ? ഡോക്ടർ കേൾക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ. ഈ അവില് ഫൈബറിൽ പെടുവോ? അവിലില്ലേ, കാരണം കുറച്ച് പിന്നെ വയറിങ്ങൾ പറഞ്ഞതുപോലെ വയറ് ഫുള്ളാകുന്ന സാധനമാണ്, പൈസയും കുറവാണ്, പിന്നെ അതുപോലെ തന്നെ പിന്നെ വാറ്റിക്ക് എടുക്കുകയും ചെയ്യും. അപ്പൊ അത് ഈ ഫൈബറിൽ പെടുമെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും ആ ചുവന്ന അവല് നമ്മളെ സാധാരണ അരിയിനേക്കാളും ഗോതമ്പ് പൊടിനേക്കാളും അതുപോലെ തന്നെ മൈദനേക്കാളും ഒക്കെ എന്തുകൊണ്ട് നല്ലതാണ്. കാരണം അതിലുള്ള ആ തവിട് ചുവന്ന സാധനം അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമുക്കിപ്പോ അരിയൊക്കെ കിട്ടുന്നത്. അപ്പം വെള്ള അവിൽ എന്ന് പറഞ്ഞാൽ അത് പോയിട്ടാണ്, ആ തവിട് പോയിട്ടാണ് കിട്ടുക. വൈറ്റ് അവല് കണ്ടിട്ടില്ലേ? അത് ശരി, അങ്ങനെ സംഭവം ഉണ്ട്. വെള്ള അവലുണ്ട്. അതായത് ചുവന്ന അവല് കുറച്ച് കഴിക്കുന്നത് ഏതായാലും ഉള്ള ധാന്യങ്ങളില് അരി നമ്മുടെ സാധാരണ അരി എന്ന് പറയുന്ന നെല്ലിൽ നിന്നുണ്ടാകുന്ന ധാന്യം കഴിക്കാവുന്ന ഏറ്റവും നല്ല രീതി ഇപ്പോൾ ഉള്ളതിൽ അവല് തന്നെയാണ്. കാരണം ചുവന്ന ആ തവിട് പൂർണ്ണമായി സംരക്ഷിക്കുന്നത് ഒന്ന് ഈ അവിലാണ്. പിന്നുള്ളത് നമ്മളെ കുറിയരിയിലാണെങ്കിലും കുറെ പോകും. ഇപ്പോഴത്തെ മില്ലിലൊക്കെ ഇട്ട് വരുമ്പോൾ അതാണ് കുറെ പോകും. പക്ഷെ അവിലാണെങ്കിൽ കുറെ തവിട് അവിടെ നിൽക്കുന്നുണ്ട്. അതിനേക്കാളും നല്ലത് പറയുകയാണെങ്കിൽ പിന്നുള്ളത് ഇതാണ്, ഗോതമ്പാണ്. മുഴുവൻ ഗോതമ്പ് അല്ലെങ്കിൽ നമ്മൾ കുറുക്കിയതായിട്ടുള്ള ഗോതമ്പിന്റെ റവയോ മറ്റു കാര്യങ്ങളൊക്കെ, ഗോതമ്പ് റവ വെച്ചിട്ട് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കില്ല, അതൊക്കെ ആയാലും കുറെ കൊടുക്കാൻ നല്ലതാണ്. പെട്ടെന്ന് നമ്മുടെ വിശപ്പ് ക്ഷമിക്കുകയും ചെയ്യും, നമുക്ക് വയറ്റിന്ന് പോകാനും. അതുപോലെ തന്നെ അത് നമുക്ക് കൂടുതൽ ശരീരത്തിൽ കൊഴുപ്പായിട്ട് കയറൂല. തവിട് മാത്രം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. തവിട് മാത്രമായിട്ട് കഴിക്കുന്ന രീതി ഉണ്ടല്ലോ, എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലേ? നമ്മൾ തരിച്ചു കഴിഞ്ഞിട്ട് തവിട് നമ്മൾ ചക്കരൊക്കെ ഇട്ട് കഴിക്കുന്ന രീതി ഉണ്ട്, മുമ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ അധികം നാട്ടിലില്ലാന്ന് തോന്നുന്നു അല്ലേ? ഏതായാലും അത് നല്ല തന്നെയാണ്. ഇപ്പോഴാണ് ഞാൻ ഓർത്ത് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നല്ലോ എന്ന്. പണ്ട് ഉമ്മിയൊക്കെ പാറ്റിക്കളയെന്നല്ലേ പറയുന്നില്ല, മുറത്തിലിട്ട് ഉമ്മി മാറ്റി തവിടെടുത്ത് പിന്നെ അത് തരിച്ച്. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ആ സാധനം അല്ലേ? ഞാനും കുട്ടിയൊക്കെ തന്നെ. എന്നാലും ഏതായാലും അത് നല്ലതാണ് തവിട് മാത്രം. ഇപ്പൊ പണ്ടൊക്കെ കോഴിക്കൊക്കെ കൊടുക്കുമായിരുന്നു അതല്ലേ? തവിടും നെല്ലും എല്ലാം നമ്മൾ ആന്ധ്രക്കാർക്കും തമിഴ്നാട്ടുകാർക്കൊക്കെ ആയിട്ട് തീരെ എഴുതി കൊടുത്തിരിക്കുകയാണ്. ഏതായാലും മറ്റു ചോദ്യങ്ങളുണ്ടോ? ഞാൻ ഇപ്പൊ ഏതായാലും PM ഓപ്പൺ ആണ്. PM ഇനി ചോദിക്കാനുള്ളവർക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഏതായാലും അതിനു മുമ്പ് ചോദിച്ചൊരു ചോദ്യത്തിന്റെ ബാക്കി ഇവിടെ വന്നിട്ടുണ്ട്. അത് ആ മൂത്രത്തിക്കല്ലിന്റെ വിഷയം പറഞ്ഞ സമയത്ത് ആ വ്യക്തി പറഞ്ഞിരുന്നു, ആ മരുന്നിന്റെ വിഷയം സിസ്റ്റോൺ ടാബ്ലറ്റ്, ലാക്ടോവിറ്റ, യൂറിനറി ആൽക്കലൈസർ, ഇത്രയും മരുന്നുകളാണ് അതിനകത്തുള്ളത്. പക്ഷെ അപ്പോൾ ഗ്യാസിന്റെ മരുന്ന് അതിനകത്തില്ല.
അപ്പോൾ ഗ്യാസിന്റെ മരുന്ന് നിങ്ങൾക്ക് ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ തന്നെ കിട്ടുന്ന ഒരു മരുന്നാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗ്യാസിന്റെ ഈ പറഞ്ഞ വയറിന്റെ പ്രശ്നം കൂടുതലുണ്ടെങ്കിൽ ഗ്യാസിന്റെ മരുന്ന് ഡോക്ടറെ കുറിപ്പടി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് ഇതിന്റെ കൂടെ കഴിച്ചു നോക്കുന്നത് ഞാൻ പറഞ്ഞ പ്രശ്നം ആണോ അല്ലേ എന്നുള്ളതിന് സൂചന കിട്ടാൻ സഹായകമാവും. അതാണ് ആ മൂത്രത്തിക്കല്ലിന്റെ ചോദ്യം ചോദിച്ച വ്യക്തിയോട് ഇപ്പം വന്ന PM മറുപടിയായിട്ട് പറയാനുള്ളത്. ഏതായാലും ഞാൻ ഒരാളും കൈ ഉയർത്തി നിൽക്കേണ്ടവർക്ക് വേണ്ടി മൈക്കിൾ ചെയ്യുന്ന. അസ്സലാമു അലൈക്കും. ഡോക്ടർ, ടെൻഷൻ കുറക്കാൻ എല്ലാ ഡോക്ടർമാരും പറയാം. കുറക്കാൻ എന്താ മാർഗം? അതിനെ കുറിച്ച് പറയാമോ? അസ്സലാമു അലൈക്കും. ഞാൻ കാര്യം പറഞ്ഞാൽ ഒന്നും കേട്ടില്ല. ആരെങ്കിലും കേട്ടവരുണ്ടെങ്കിൽ ഒന്ന് മൈക്കിൽ ഒന്ന് പറയാം. അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് പറഞ്ഞ് മാത്രം ഒന്ന് കേട്ടു. അത് ഒന്നും കൂടെ ഒന്ന് ഒച്ചത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കേൾക്കും. ഒന്നുകൂടെ ഒന്ന് മൈക്കിൽ വരിക, ഒന്ന് ഒച്ചത്തിൽ സംസാരിക്കുക. ഞാൻ ഒന്നുകൂടെ ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഒന്ന് മൈക്കിൽ വരും. അസ്സലാമു അലൈക്കും. ഇപ്പൊ കേൾക്കാമെന്ന് വിചാരിക്കാം. കേൾക്കുന്നുണ്ടോ? ഹലോ. ഈ ടെൻഷൻ കുറക്കാൻ എന്താ മാർഗം? അതാണ് ചോദിക്കണേ. ഞാൻ എല്ലാ ഡോക്ടർമാർക്കും പോയാലും ടെൻഷൻ കുറക്കണം എന്ന് പറയും. ഈ ടെൻഷൻ കുറക്കാൻ എന്തെങ്കിലും അതിനെ കുറിച്ച് പറയാമോ? അതാണ് ചോദിച്ചത്. അസ്സലാമു അലൈക്കും. മൈക്ക് വിട്ടില്ല, അതുകൊണ്ടിട്ടാണ് ഡോക്ടർ. പിന്നെ ഡോക്ടർ സാഹിബ് കേട്ടോ, ടെൻഷൻ കുറയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ടെൻഷൻ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആധുനിക വൈദ്യശാസ്ത്രം ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി പറയുന്നത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവരെ ഭാഷയിൽ പറഞ്ഞാൽ യോഗ കാര്യങ്ങളൊക്കെ പറയും, പിന്നെ പാട്ട് കേൾക്കാന്ന് പറയും. ഏതായാലും നമുക്ക് നിസ്കാരമുണ്ട്, പിന്നെ അത്തരം രീതിയിലുള്ള ചിന്തകളൊക്കെ ഇത് പിന്നെ നമുക്ക് തവക്കുലുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് നമ്മുടെ പേരിൽ നിന്നുള്ള ടെൻഷൻ കുറയ്ക്കുക. അത് നമ്മൾ കാര്യമായ രീതിയിൽ തവക്കുലിനെ കുറിച്ച് അറിഞ്ഞ് അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ കുറെ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ പറ്റും തന്നെയാണ്. പലരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ഇത്രയും കാലത്തു നിന്നൊക്കെ കുറെ മനസ്സിലാവുന്നത്. അത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് 5 നേരം കൃത്യസമയത്തുള്ള ദുആ തന്നെയാണ്, പ്രാർത്ഥന തന്നെയാണ്. നമ്മുടെ നിസ്കാരം, അതുപോലെ തന്നെ ഖുർആനോത്ത് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ തന്നെ പലർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് ഫ്രണ്ട്സിനൊക്കെ പല സന്നിഗ്ധ ഘട്ടങ്ങളുണ്ടാകുമ്പോൾ ഇപ്പം എന്താ ചെയ്യുക, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ എത്ത് മാത്രമേ ഉള്ളൂ. ഒരു ഖുർആൻ ഒരു 10 പേജ് ഓതിയിട്ട് നിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചാണ് ഏൽപ്പിക്കുക. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നു പറയുകയും ചെയ്തു. അതൊക്കെ നമുക്ക് ഉള്ള അനുഭവങ്ങളാണ്. അപ്പോൾ നമ്മളും അത് നമുക്കതിന്റെ വില അറിയില്ല പലപ്പോഴും. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഈ ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഇന്ത്യയിൽ വളരെ 5000 രൂപ 6000 രൂപ എങ്ങാണ്ടാണ് ഒരു കോഴ്സിന് ഫീ. അത് ശ്രീ രവിശങ്കർ എന്ന് പറയുന്ന ഒരാള് പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ വെറുതെ ശ്വാസം അകത്തോട്ട് വിടാനും പുറത്തോട്ട് വിടാനും നല്ല സ്വസ്ഥമായിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പഠിപ്പിക്കാനും കുറച്ച് മനസ്സ് ഫ്രീ ആക്കി ഒരു കാര്യം ചിന്തിക്കാതെ കുറച്ചു നേരം നിൽക്കാൻ, ഇതാണ് പഠിപ്പിക്കുന്നത്. ഇതിന് ആൾക്കാർ പിന്നാലെ കൂടുന്നുണ്ട്. നമുക്കതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്കതില്ലാതെ തന്നെ നമുക്ക് അത്
അതിൻ്റെയൊക്കെ എല്ലാം നല്ല രീതിയിൽ അതിൻ്റെയൊക്കെ എല്ലാം ഏറ്റവും ഉത്തമമായ രീതിയിൽ നമുക്ക് സ്ഥിരമായിട്ട് തന്നെ നമുക്ക് ചെയ്യുന്ന നിസ്കാരത്തിലുള്ള ശ്രദ്ധ തന്നെ ഉണ്ടായാൽ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. പിന്നെ നമ്മുടെ എല്ലാ ടെൻഷനുകളും ഏൽപ്പിക്കാൻ നമുക്ക് പഠിച്ചോനുണ്ട്. അത് ചെയ്യാൻ നമ്മളും എല്ലാവരും ശ്രമിച്ചാൽ തന്നെ കുറെ ടെൻഷൻ ഒഴിവാകും. പിന്നെ സാമ്പത്തിക അച്ചടക്കം ഒരു വിഷയം തന്നെയാണ്. അത് ഇപ്പൊ ചോദിക്കാതെ തന്നെ ഒഴിവാക്കിയാൽ തന്നെ കുറെ ടെൻഷനുകൾ ഒഴിവാകും. ഖുർആൻ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുക കുറെ ടെൻഷൻ ഒഴിവാക്കും എന്ന് തന്നെയാണ് എല്ലാവരുടെയും അനുഭവം. എല്ലാ കച്ചവടങ്ങളും എല്ലാ ഇടപാടുകളും എഴുതി വെക്കുക ഉസ്താദ്മാർ പറയേണ്ട കാര്യമാണ്. ഏതായാലും ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. മറ്റു ചോദ്യങ്ങൾക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. ആർക്കോ PM-ലൊക്കെ കുറെ ചോദിച്ചിട്ടുണ്ടോ? ഏതായാലും ഞാൻ അബൂസവാദിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഡോക്ടർ റിയാസിന്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടു, ഈ നേന്ത്രപ്പഴം വൈകുന്നേര സമയത്ത് നേന്ത്രപ്പഴവും കട്ടൻ ചായയും കുടിച്ചാൽ അന്ന് ഒരു ദിവസത്തേക്ക് ടെൻഷൻ ഉണ്ടാകില്ല എന്നുള്ളത്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അതെന്താണ് ഉസ്താദ് അങ്ങനെ പറഞ്ഞത് എന്നൊന്ന് വിശദീകരിക്കാമോ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഈ ഡോക്ടർ റിയാസ് ആരാണെന്ന് എനിക്കറിയില്ല. അയാൾ ആധുനിക വൈദ്യശാസ്ത്രത്തിലുള്ള ബിരുദമുള്ള ഡോക്ടറാണോ? അതല്ലെങ്കിൽ എന്തെങ്കിലും ബിരുദാണോ? ഡോക്ടർ റിയാസ് എവിടെയുള്ള ഡോക്ടറാണ് എനിക്കറിയില്ല. ഡോക്ടർ റിയാസിന്റെ പ്രസംഗം എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. അത് MBBS ഡോക്ടറാണോ? അതാണ് എനിക്കറിയേണ്ടത്. ആധുനിക വൈദ്യശാസ്ത്രത്തിലുള്ള ഡോക്ടറാണോ? ഏതായാലും അങ്ങനെ ഒരു പഴം കഴിച്ചുകൊണ്ട് മാത്രം ടെൻഷൻ ഒഴിവാകും എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ എന്തെങ്കിലും പഠനങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ഞാനുമായിട്ട് പങ്കുവെക്കാൻ തയ്യാറാണെങ്കിൽ വളരെ സന്തോഷം. അത്രേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേറെ കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഏതായാലും ഇതിന് മറു ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഞാനും ഇതേപോലെ എന്തെങ്കിലും തട്ടിത്തരം പറയാൻ പറ്റുള്ളൂ. എനിക്കറിയില്ല കാര്യം. ഈ ഡോക്ടറെ കുറിച്ച് എനിക്കറിയില്ല. പ്രസംഗിക്കുന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് ആളെ മനസ്സിലായില്ല. വെറുതെ ഡോക്ടർ ബോർഡ് വെച്ച ആളാണോ അതോ MBBS ഉള്ള ഡോക്ടറാണോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് അതിൽ ഒരു എന്താ അഭിപ്രായം പറയുന്നതിൽ കാര്യമുള്ളൂ. ഏതായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അത് ഞാൻ വായിക്കാം. അതിനു മുമ്പ് മൈക്കിൽ ചോദ്യം ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാം. അസ്സലാമു അലൈക്കും. അത് ചോദിക്കുന്നില്ലാന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ഏതായാലും എന്റെ PM-ലേക്ക് കിടക്കാം. ഒരാൾ ചോദിച്ചിട്ടുള്ള എന്താ പരിപാടി എന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. അതിൽ കാര്യം കൂടുതലൊന്നും വന്നിട്ടില്ല. അതിന് മറുപടി വരാനിപ്പോ എന്താ പറയാ, ഇപ്പൊ ഒരു മെഡി ടോക്ക് നടക്കുകയാണ്. ഇനി അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും. രാവിലെ ഉണ്ടാകുന്ന തലവേദന, എഴുന്നേൽക്കുമ്പോൾ ശക്തിയായ തലവേദന ഒന്ന് പറഞ്ഞു തരാമോ? രാവിലെ മാത്രം ഉണ്ടാകുന്ന തലവേദന പല കാരണങ്ങളുണ്ടാവാം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാരണങ്ങൾ മുതൽ കുറച്ച് തരമുള്ള കാര്യങ്ങൾ വരെ ആവാം. ഏതായാലും തുടർച്ചയായിട്ട് അങ്ങനെ തലവേദന ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിലപ്പോൾ ഒരു സ്കാനിങ് തരേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഞരമ്പിന്റെ ഡോക്ടറെ ന്യൂറോളജിസ്റ്റിനെയോ കാണേണ്ടി വന്നേക്കാം. ഞാൻ പറയാൻ കാരണം, നിങ്ങൾ വല്ലാതെ തടിയുള്ള ആളാണോ? ഈ സാദിഖ് മനസ്സുള്ള ഒരാളാണ് ചോദിച്ചിട്ടുള്ളത്. എഴുന്നേൽക്കുമ്പോൾ ശക്തിയായ തലവേദന ഉണ്ട്. അത് തലച്ചോറിലുള്ള എന്താ പറയാ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ അളവ് കുറവ്,
അളവ് കൂടുതൽ, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടൊക്കെ അതുണ്ടാവാം. ബിനൈൻ ഇൻട്രാക്രേനിയൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ തലവേദന ഉണ്ടാവാം. അതിന് എന്തെങ്കിലും പ്രത്യേക മരുന്നുകൾ, അത് സ്ഥിരമായിട്ട് മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ചില മരുന്നുകൾ അതിന് കാരണമാവാം. അതൊന്നും ഇല്ലെങ്കിൽ പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലാതെയും വരാം. അതിന് പുറമെ ചില വിറ്റാമിനുകൾ കൂടുതലായിട്ട് കഴിച്ചാൽ അത് കാരണം ബിനൈൻ ഇൻട്രാക്രേനിയൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം. ഏതായാലും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു എക്സ്പീരിയൻസ്ഡ് ന്യൂറോളജിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതാണ്. പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷറും കൺട്രോൾ ചെയ്യേണ്ടി വരും. ഏതായാലും ആ പി എമ്മിന് എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ മറുപടി പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത പി എമ്മിലേക്ക് പോട്ടെ. അസ്സലാമു അലൈക്കും. എൻ്റെ 5 ഏജുള്ള മകൻ ഭക്ഷണം കഴിക്കുന്നില്ല. വിശപ്പിനുള്ള ടോണിക്കിന്റെ നെയിം പറഞ്ഞു തരൂ. സൗദിയിലാണുള്ളത്. ഓക്കെ. ആദ്യമായിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന ആളുകളോട് എല്ലാവരോടും പറയാനുള്ളത്, 5 വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് അവർക്ക് ആവശ്യത്തിനുള്ള വെയിറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. ആവശ്യത്തിനുള്ള വെയിറ്റ് ഉണ്ടോ എന്ന് അറിയേണ്ടത് 5 വയസ്സുള്ള ഒരാൾക്ക് ഏജ് ഇൻറ്റു 2+8, അതായത് ഏജ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 10+8 18 കിലോ വരെയൊക്കെ ഒരു നോർമൽ വെയിറ്റ് ആണ് 5 വയസ്സുള്ള ഒരാൾക്ക്. അപ്പോ വല്ലാതെ കുറവാണെങ്കിൽ, അത് 18 പകരം 15 താഴെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇടപെടൽ ആവശ്യമായി വരാം. അതല്ല എങ്കിൽ അതിന്റെ ആവശ്യവും ഇല്ല. പിന്നെ ആദ്യത്തെ 1 വയസ്സിൽ വളരുന്ന അത്രയും വളർച്ച പിന്നീട് അങ്ങോട്ട് 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ജനിച്ച് വീഴുന്ന സമയത്ത് 2.5 അല്ലെങ്കിൽ 3 കിലോ ഉള്ള ഒരു കുട്ടി 1 വയസ്സുകൊണ്ട് ചിലപ്പോൾ 10 കിലോ വെക്കും. അതേസമയം പിന്നെ 5 വർഷം കൊണ്ട് ചിലപ്പോൾ ടോട്ടൽ ഒരു 5 or 6 കിലോ ഒക്കെ വെക്കുകയുള്ളൂ. അപ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന വളർച്ചയിൽ നിന്ന് ഒരു കുറവ് ഉമ്മമാർക്ക് അനുഭവപ്പെടാം. അത് ഒരു അകാരണമായ ഒരു ടെൻഷന് കാരണമാവാം. ഏതായാലും ആദ്യം ചെയ്യേണ്ടത്, ഇത് ആവശ്യത്തിനുള്ള വെയിറ്റ് ഇല്ല എന്ന് ഒരു ഡോക്ടർ കണ്ട് പറയുകയാണെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആ ചോദ്യം കഴിഞ്ഞു. 23 വയസ്സുള്ള ആൾക്ക് മാക്സിമം എത്ര വെയിറ്റ് ഉണ്ടാവാം? ഞാൻ പറഞ്ഞു, പൊതുവെ വെയിറ്റ് പ്രായം കുറവുള്ള ആളുകൾ വെയിറ്റ് കുറവിൽ ടെൻഷൻ അടിക്കേണ്ട. പിന്നീട് നിങ്ങൾക്ക് വെയിറ്റ് കൂടാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ ഇന്നത്തെ കേരള അല്ലെങ്കിൽ പ്രവാസി ചുറ്റുപാടുകളുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുക. പിന്നെ 20 വയസ്സല്ല ഈ വെയിറ്റിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്, ആളുടെ ഉയരമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആളുടെ ഉയരം സെന്റിമീറ്ററിൽ എടുത്ത് അതിൽ നിന്ന് 100 കുറച്ചാൽ എത്ര സംഖ്യ കിട്ടും, അത്ര കിലോ തൂക്കമാണ് ഏകദേശം ഒരു ആരോഗ്യകരമായ തൂക്കം. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ശോധന കുറയുമ്പോൾ നടുവേദന ഉണ്ടാകുന്നു. ശോധനക്കുറവ് നടുവേദനയ്ക്കൊരു കാരണമാണ്. ഏതായാലും കൂടുതൽ വെള്ളം കുടിക്കുക, കൂടുതൽ നാരടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നാണ് അതിന് മറുപടി പറയാനുള്ളത്. വേറൊരു ചോദ്യം, 40 വയസ്സുള്ള ആൾക്ക് എത്ര വെയിറ്റ് വേണം ശരാശരി? ഒരിക്കൽ കൂടി പറയുന്നു, വെയിറ്റ് പ്രായമല്ല വെയിറ്റിന്, ആരോഗ്യകരമായ വെയിറ്റിനെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഉയരമാണ്. പിന്നെ പ്രഷറും ഷുഗറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കുറെ കൂടെ വെയിറ്റ് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100-ൽ നിന്ന് നിങ്ങളുടെ ഉയരത്തിൽ നിന്ന് 100 കുറയ്ക്കുക. അതാണ് 6 അടി എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉയരമുണ്ട്. 6 അടി എന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അത് എത്ര സെന്റിമീറ്റർ ഉണ്ടാവുന്നില്ല, ഞാൻ പിന്നെ രണ്ടാമത് കണക്കൂട്ടി നോക്കേണ്ടി വരും. ഏതായാലും 80-ന്റെ മുകളിലൊക്കെ 80-85 6 അടിയിൽ വരാവുന്നതാണ് ഞാൻ കരുതുന്നത്. 6 അടി എന്നുള്ള എത്ര സെന്റിമീറ്റർ ആണെന്ന് ഒരാൾ കണക്കൂട്ടി തരേണ്ടി വരും. അപ്പോൾ പിന്നെ അതനുസരിച്ച് പറയാം. ഏതായാലും പ്രായമല്ല, ഏതായാലും വെയിറ്റ്, ആരോഗ്യകരമായ വെയിറ്റിന്റെ കാര്യത്തിൽ പറയേണ്ടത് നമുക്കുള്ള രോഗാവസ്ഥകൾ, മറ്റു രോഗാവസ്ഥകൾ, പ്രഷർ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ കുറെ കൂടെ കൺട്രോൾ ചെയ്യണമെന്നാണ് പറയുക. കാരണം പ്രഷർ, ഈ വെയിറ്റ് കുറയുമ്പോൾ തന്നെ പല ആളുകളുടെയും കൺട്രോൾ അല്ലാത്ത പ്രഷർ താനെ കൺട്രോൾ ആവും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. സ്കാൽപ്പ് സോറിയാസിസ് എങ്ങനെ സുഖപ്പെടുത്താൻ കഴിയും? സൗദിയിലാണ് ഉള്ളത്. വലൈക്കും അസ്സലാം. സ്കാൽപ്പ് സോറിയാസിസ് എന്ന് പറഞ്ഞ അസുഖം പലരും കേട്ടിട്ടുണ്ടാവും. തൊലിയിൽ നിറമാറ്റവും തടിപ്പും ഒക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥിരമായ ഒരു രോഗമാണ് സോറിയാസിസ്.
അത് തലയിൽ മാത്രമുള്ളതാണ് സ്കാൽപ്പ് സോറിയാസ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ അതിന്റെ ചികിത്സ എന്ന് പറയുന്നത് ടാറ് പോലെയുള്ള ഒരു കറുത്ത സാധനം തേക്കലായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ വിറ്റാമിന്റെ മരുന്നുകളൊക്കെ അതുപോലെ അതൊക്കെ നിറമില്ലാത്ത മരുന്നുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതൊക്കെ സ്ഥിരമായിട്ട് തേക്കുക, ചില സ്റ്റിറോയിഡുകൾ തേക്കേണ്ടി വരും. ഇതൊക്കെയാണ് അതിന്റെ ചികിത്സ. അതിന് പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ചികിത്സകൾ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ചില പഴയ ഡോക്ടർമാരെ കണ്ടാൽ ചിലപ്പോൾ പഴയ ചികിത്സകളൊക്കെ തന്നെ ആയിരിക്കാം കിട്ടുന്നത്. ഏതായാലും അത്യാവശ്യം പുതിയ ചികിത്സാ രീതികളൊക്കെ പരിശോധിക്കുന്ന അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്ന ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അധികം ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ള, നമുക്ക് മനം മടുപ്പില്ലാത്ത തരത്തിലുള്ള ക്രീമുകളൊക്കെ സ്കാൽപ്പിൽ തലയിൽ തേക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയുള്ള വെള്ള നിറത്തിലുള്ള ക്രീമുകൾ തന്നെ കിട്ടും. അതൊക്കെ ഈ സോറിയാസിന്റെ പല ബുദ്ധിമുട്ടുകളും കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. മരുന്ന് കഴിയുമ്പോൾ ഭേദമാകും, പിന്നെയും വരുന്നു. അത് തന്നെയാണ് സോറിയാസ് എന്ന അസുഖത്തിന്റെ പൊതു രീതി. അപ്പോൾ നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വാങ്ങിക്കുന്ന മരുന്നിന്റെ ഒരു കോസ്റ്റാണ് അതിൽ പ്രധാനപ്പെട്ട വിഷയം, അതിന്റെ വില. അപ്പോൾ നമുക്ക് ഡോക്ടറോട് ചോദിക്കാവുന്നതാണ്, ഇതേ മരുന്ന് ഇതല്ലാതെ വേറെ കമ്പനി നല്ലത് ഉണ്ടോ എന്ന് ചോദിക്കാവുന്നതാണ്. അതല്ലാതെ നമ്മുടെ എല്ലാ വിഷയങ്ങളും നമുക്ക് ഡോക്ടറോട് സംസാരിക്കാം. നമുക്ക് അതിന് കോസ്റ്റ് വിഷയം വരുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാൻ ഡോക്ടർ ബാധ്യസ്ഥനുമാണ്. അപ്പൊ അതെല്ലാം അനുസരിച്ച് ആ ഡോക്ടറോട് സംസാരിച്ച് ആ മരുന്നിന്റെ മറ്റു വകഭേദങ്ങളോ അതല്ലെങ്കിൽ അതല്ലാത്ത മരുന്നുകളോ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു അസുഖം തന്നെയാണ് സോറിയാസിസ്. പൂർണ്ണമായി മാറ്റുക എന്നൊരവസ്ഥ ഇപ്പോഴത്തെ ചികിത്സയിലില്ല. അതാണ് നമ്മളതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാത്തിനും ചൊറിച്ചിലിനും ഈ രോഗാവസ്ഥയ്ക്ക് എല്ലാം ഇപ്പോൾ ഫലപ്രദമായ മരുന്നുകളുണ്ട്. ഓക്കെ, ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അകാല നര വരുന്നതിന്റെ കാരണം എന്താണ്? അപ്പൊ പ്രത്യേകിച്ച് കണ്ടുപിടുത്തങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതിന് അകാല നരക്ക് കാരണങ്ങളായിട്ട് ഏതായാലും ചില വിറ്റാമിന്റെ കുറവുകളൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ പൊതുവെ വിറ്റാമിൻ ഇ അതുപോലെ തൊലിക്ക് ആരോഗ്യം ഉണ്ടാക്കുന്ന മറ്റു വിറ്റാമിനുകളെയൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി പറയാറുണ്ട്. മറ്റു ഉസ്താദന്മാരുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ടോ? ആരെങ്കിലും എനിക്ക് കോമൺ റൂമിലേക്ക് വരാൻ സാധിക്കുന്നില്ല PM കാരണം. ഞാൻ DC ആയി പോയിട്ടൊന്നുമില്ലല്ലോ. മറ്റു ക്ലാസ്സുകൾ ഇനി എപ്പോഴാണ് വരാനുള്ളത് അറിയോ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഒരു ചോദ്യം. അസ്സലാമു അലൈക്കും. തടി കുറയുന്നതെന്തുകൊണ്ട്? ഷുഗർ ഉണ്ട്, ഏജ് 34 എന്താണ് കാരണം ഡോക്ടർ? ഹൈറ്റ് 155, വെയിറ്റ് 70 കിലോ. 70 കിലോ വെയിറ്റുള്ള ഒരാൾക്ക്, അല്ല 155 സെന്റിമീറ്റർ ഉള്ള ഒരാൾക്ക് 70 കിലോ വെയിറ്റ് ആവശ്യത്തിനുള്ള വെയിറ്റ് ഉണ്ട്. പിന്നെ ഷുഗർ കൺട്രോൾ ആണെങ്കിൽ അത് കാരണം വെയിറ്റ് കുറയാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഷുഗർ നല്ല കൺട്രോളിലാണോ എന്ന് ഉള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്നുള്ള വെയിറ്റ് കുറവാണോ അതുണ്ടായില്ല? ഷുഗർ ആദ്യമേ ഉള്ള ഒരാൾക്ക് പെട്ടെന്നൊരു വെയിറ്റ് കുറവ്, അകാരണമായ വെയിറ്റ് കുറവുണ്ടെങ്കിൽ മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി വരും. അതിൽ പ്രധാനപ്പെട്ടത് നിങ്ങളുടെ പ്രായം കുറവായതുകൊണ്ട് തൈറോയിഡിന്റെ അസുഖമാവാം. തൈറോയിഡിന്റെ അസുഖമാണ്, തൈറോയിഡ് കൂടുതലുള്ള ഒരു അസുഖമാണ്. പിന്നെ പ്രായം കൂടുതലുള്ള ആളുകളിൽ നമുക്ക് അർബുദം പോലെയുള്ള മറ്റു കാരണങ്ങളും പരിഗണിക്കേണ്ടി വരും പെട്ടെന്ന് വെയിറ്റ് കുറയുന്നുണ്ടെങ്കിൽ. പക്ഷെ ഷുഗർ തന്നെ ഒന്ന് വെയിറ്റ് കുറയാനുള്ള ഒരു കാരണമാണ്. അപ്പൊ അത് ഷുഗർ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ മരുന്ന് കഴിച്ചിട്ടും മാറാതെ മക്കൾക്കും വലിയവർക്കും കൃമിശല്യം ബുദ്ധിമുട്ട്, എന്താണ് ചെയ്യുക? ഗുളിക കഴിച്ചാൽ ചെറിയ കുറവുണ്ടാവും എന്ന് മാത്രം. കൃമിശല്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, കൃമി നമ്മുടെ വീടുകളിൽ എല്ലാവർക്കും പരസ്പരം പകരാവുന്ന ഒരു അസുഖമാണ് നമ്മുടെ വയറിലെ കൃമിയുടെ അസുഖം. അപ്പോ പറയാനുള്ളത്, അതിന് മരുന്ന് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരേ സമയം ഒരേ ദിവസം കൊടുക്കണം എന്നാണ്. ചെറിയ കുട്ടികൾക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൊടുക്കുക, വലിയ ആളുകൾക്ക് കൃമിശല്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രതിവിധി. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ
വന്ന് താമസിക്കുകയും വിരുന്നിനൊക്കെ വരികയൊക്കെ ചെയ്യുന്ന, ഇവിടുന്ന് അങ്ങോട്ട് പോവുക, വീട്ടിൽ പോവുക, ഉമ്മയുടെ വീട്ടിൽ പോവുക, അവിടുന്ന് ഇങ്ങോട്ട് വരിക. അപ്പോൾ പൊതുവെ പൂർണ്ണമായ ഒരു ഇറാഡിക്കേഷൻ പലപ്പോഴും സാധ്യമാവാറില്ല. പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് വീണ്ടും വന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ ഇതൊക്കെ ഒരു കാരണമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് എല്ലാവർക്കും ഒന്നിച്ചു കൊടുക്കുക. കുട്ടികളിൽ കൂട്ടുകുടുംബമാണെങ്കിൽ എല്ലാ കുട്ടികളിലേക്കും ഒന്നിച്ച് അത് മരുന്ന് കഴിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ്. പിന്നെ ഭക്ഷണത്തിൽ നമുക്ക് എന്തുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് എങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ കഴിക്കുന്ന കൈയിലൂടെ നമ്മുടെ വയറ്റിലെത്തിയാൽ മാത്രമേ മറ്റുള്ള ഒരാളുടെ ശരീരത്തിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ശരിക്കും പൂർണ്ണമായ ഹാൻഡ് വാഷ്, നമ്മുടെ കൈകളുടെ ശുചീകരണം ഭക്ഷണത്തിന് മുമ്പ് ശേഷം, പ്ലേറ്റുകൾ, ഭക്ഷണത്തിൽ തന്നെ ഉള്ള പൂർണ്ണമായ വേവിക്കൽ, ഇതൊക്കെ ഉണ്ടായാൽ തന്നെ പിന്നീട് കൃമി നമ്മുടെ ശരീരത്തിൽ വീണ്ടും കയറാനുള്ള സാധ്യത കുറയും. അപ്പൊ മരുന്ന് കഴിക്കുമ്പോൾ അത് കുറയുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മരുന്ന് കഴിക്കുന്ന സമയത്ത് കൃമി നശിക്കുന്നുണ്ടെന്നാണ്. അതേസമയം വീണ്ടും അത് വരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വീണ്ടും കിട്ടുന്നുണ്ട് എവിടെ നിന്നോ. അത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളാവാം, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മറ്റു കുട്ടികളാവാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുടെ സ്കൂളിൽ നിന്ന് മറ്റു കുട്ടികളിൽ നിന്ന് കിട്ടുന്നതാവാം. എന്തായാലും ഇതെല്ലാം ശ്രദ്ധിച്ച് അതിന്റെ കാരണങ്ങളൊക്കെ പല കാരണങ്ങളുണ്ടാവാം. അതായാലും ഇത് എല്ലാവർക്കും ശ്രദ്ധിക്കാവുന്നതാണ്. കൃമി ആരോഗ്യത്തിന് വലിയ മാരകമായ അസുഖമാണോ? സാധാരണഗതിയിൽ നമ്മുടെ വയറ്റിലുണ്ടാകുന്ന കൃമികൾ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. അതല്ലാതെ അപൂർവമായിട്ടുള്ള ചില വിരകളുണ്ട്. അത് ചില വിരകള് കിഡ്നിയുടെ ക്യാൻസർ, അല്ല കിഡ്നിയല്ല, നമ്മുടെ മൂത്രാശയ ക്യാൻസറിന് കാരണമാകും. അത് അപൂർവമായിട്ടുള്ള വിരകളാണ്. പിന്നെ നമ്മുടെ കരളിന്റെ അവിടെ ബാധിക്കുന്ന ചില തരം വിരകളുണ്ട്. അത് കൊളാഞ്ചിയോ കാർസിനോമ, അല്ലെങ്കിൽ കരളിൽ നിന്ന് താഴേക്ക് വരുന്ന കോയിലുകളിൽ ക്യാൻസറിന് കാരണമാകും. അതൊക്കെ വളരെ അപൂർവമാണ്. എന്നാലും പൊതുവെ കൃമികൾ നമുക്ക് ഭക്ഷണം, വയറുസ്തംഭനം, വയറുവേദന, മലബന്ധം, വെയിറ്റ്, ഭാരക്കുറവ്, ഇങ്ങനത്തെ കാരണങ്ങളൊക്കെയാണ് പൊതുവെ ഉണ്ടാക്കാറുള്ളൂ. മറ്റു പ്രശ്നങ്ങളൊന്നും പൊതുവെ ഉണ്ടാക്കാറില്ല. പിന്നെ കൃമി നമ്മുടെ ശരീരത്തിൽ കയറുന്ന അവസരങ്ങളിൽ, നമ്മുടെ ശരീരത്തിലൂടെ തുളച്ചു കയറി നമ്മുടെ ശ്വാസകോശത്തിലെത്തി അങ്ങനെയൊക്കെ വരുന്ന കൃമികളുണ്ട്. അതൊക്കെ ചില ആളുകളിൽ പെട്ടെന്നുണ്ടാകുന്ന ആസ്മ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസം മുട്ട് അറിയില്ല, അത് ലങ്സിലെത്തുന്ന സമയത്ത് ശ്വാസം മുട്ട് ഒക്കെ ആയിട്ട് വരാം. പിന്നെ ഇതൊക്കെ അപൂർവമാണ്, ഞാൻ പറഞ്ഞത് ഇതൊക്കെ അപൂർവമാണ്. ചില കൃമികൾ തലച്ചോറിലേക്ക് കയറുന്ന കൃമികളുണ്ട്, അത് തലച്ചോറിൽ പഴുപ്പായിട്ട് വരാം. ചില കൃമികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിവറിനകത്ത് വന്ന് നിൽക്കാം, ലിവറിനകത്ത് അത് സിസ്റ്റ് പോലെ ഉണ്ടാക്കി. ഏതായാലും ഈ സാധാരണഗതിയിൽ നമ്മൾ പുറത്തു വരുന്ന കൃമികൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും ഒന്നിച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കൈകളുടെ ശുചിത്വവും ഭക്ഷണ ശുചിത്വവും ശ്രദ്ധിച്ചാൽ തന്നെ കുറെ അത് ശ്രമിക്കാവുന്നതാണ്. അത് ഒരു കോമൺ പ്രോബ്ലം ആയതുകൊണ്ട് അതിന് കുറച്ച് കൂടുതൽ സമയമെടുത്ത് വിശദീകരിച്ചു എന്ന് മാത്രം. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം, സ്ത്രീകളുടെ യോനിയിൽ അരിമ്പാറ ഉണ്ടാവുന്നു, ചികിത്സ. അരിമ്പാറ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ചില ആളുകൾക്ക് അത് 1-2 വർഷങ്ങൾ കഴിഞ്ഞാൽ തന്നെ അത് മാറിപ്പോവും. അത് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുണ്ടെങ്കിൽ അത് ചില മരുന്നുകൾ, പുറത്ത് തേക്കുന്ന മരുന്നുകളുണ്ട്, അത് ഫലപ്രദമാവാം. അതും ഇല്ലെങ്കിൽ പിന്നെ നമ്മളത് കരിയിച്ച് കളയോ അല്ലെങ്കിൽ എടുത്ത് കളയോ വേണ്ടി വരും. അടുത്ത ചോദ്യം, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഡോക്ടർ എപ്പോഴും വെള്ളം കുടിക്കണം, ഇല്ലെങ്കിൽ വായ് ഡ്രൈ ആവുന്നു. ഡോക്ടർ എപ്പോഴും വെള്ളം കുടിക്കണം എന്നാണോ? ഡോക്ടർ എനിക്ക് എപ്പോഴും വെള്ളം കുടിക്കണം എന്നാണോ? ഞാൻ എപ്പോഴും വെള്ളം കുടിക്കണ്ടേ? തമാശ പറഞ്ഞ കേട്ടോ, എപ്പോഴും ഡ്രൈ ആയിരിക്കണ്ട വിചാരിച്ചിട്ട്. എപ്പോഴും വെള്ളം കുടിക്കണം, ഇല്ലെങ്കിൽ വായ ഡ്രൈ ആവുന്നു. വെള്ളം കുടിച്ചാൽ ഉടൻ തന്നെ മൂത്രം ഒഴിച്ചു പോകുന്നു. വെള്ളം കുടിച്ചില്ലെങ്കിൽ മൂത്രം മഞ്ഞ കളറാകുന്നു. ഷുഗർ ഇല്ല. മൂത്രം മഞ്ഞ കളറാവുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ മൂത്രം ഉണ്ടാവുന്നില്ല. മൂത്രം വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് പോകുന്നതെന്ന് അർത്ഥം.
പിന്നെ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഷുഗർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. വെള്ളം ധാരാളം കുടിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് അത്. പിന്നെ മറ്റു പല അസുഖങ്ങൾ കൊണ്ടും അങ്ങനെ ഉണ്ടാവാറുണ്ട്. കിഡ്നിയുടെ പല അസുഖങ്ങൾ കൊണ്ട്, തലച്ചോറ് കിഡ്നി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അസുഖത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട്, അങ്ങനെ പല വിഷയങ്ങൾ കൊണ്ടും ഉണ്ടാവാം. അത് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം ഷുഗർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടും അത് പ്രശ്നമുണ്ടെങ്കിൽ അതുമായിട്ടുള്ള ചെക്കപ്പ് ചിലപ്പോൾ നടത്തേണ്ടി വരും. അത് തൽക്കാലം അത്രേ ഇതിന് മറുപടി പറയാൻ നിവൃത്തിയുള്ളൂ. പിന്നെ അടുത്ത ചോദ്യം, പുകവലിക്കുന്ന ആളുടെ ശ്വാസകോശത്തിലെ കറ മാറാൻ എന്തെങ്കിലും മരുന്നുണ്ടോ? ഉണ്ടോന്ന് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. അതിന് ചില മരുന്നുകളൊക്കെ ഈ ആയുർവേദത്തിലോ ഈ ഫേസ്ബുക്കിലൊക്കെ ഞാൻ കണ്ടു. പക്ഷെ അതല്ല ചെയ്യേണ്ടത്. നമുക്ക് പുകവലി ഒഴിവാക്കുക. അത് നിർത്തിക്കഴിഞ്ഞാൽ 10-15 വർഷം കൊണ്ട് പഴയ പുകവലി ഇല്ലാത്ത പോലെ ആവാൻ വർഷങ്ങളെടുക്കും. അല്ലാതെ അതിനൊരു പ്രത്യേക സ്വിച്ച് ഇട്ടാൽ ശരിയാവുന്ന മരുന്നൊന്നുമില്ല. അത് ശരിക്ക് കരി തന്നെയാണ് അകത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ അവിടുത്തെ കോശങ്ങൾ നശിച്ചു പോയി രണ്ടാമത് പുതിയ കോശങ്ങൾ വരുന്നവരെ കാത്തിരിക്കുന്ന വേണം. പുകവലി കൊണ്ടുണ്ടായ ആ കറ പോകാനും, അതുപോലെ തന്നെ പുകവലി കൊണ്ടുണ്ടായ ഈ ഹാർട്ടിനെയും എല്ലാ അവയവത്തിനും ബാധിക്കുന്നതാണ് ഈ പുകവലി. ഹാർട്ടിന് ഈ ബ്ലോക്ക് ഉണ്ടാവാനും അതുപോലെ തലച്ചോറിൽ ബ്ലോക്ക് ഉണ്ടാവാനും ഒക്കത്തിനും ഈ പുകവലി കാരണമാണ്. അപ്പോൾ പുകവലി നിർത്തുന്നതോടുകൂടി കൂടുതൽ അങ്ങോട്ട് ഉണ്ടാവില്ല. അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറാൻ ചുരുങ്ങിയത് 15 വർഷമെങ്കിലും എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷെ ശ്വാസകോശത്തിലുണ്ടായ മാറ്റം, അതായത് ആ കറ ഒഴിച്ചുള്ള മറ്റു മാറ്റങ്ങൾ, അതായത് നമുക്ക് വലിവുണ്ടാവും. പുകവലി കാരണം ഉണ്ടാവുന്ന വലിവാണ് എംഫിസിമ അല്ലെങ്കിൽ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ പറയും. അതിന് COPD എന്നാണ് പൊതുവെ പറയാറ്. നമുക്ക് വലിക്കുന്ന മരുന്നുകളൊക്കെ ഉപയോഗിക്കേണ്ട അവസ്ഥ, ശ്വാസം വലിവ് മുട്ടൽ, അതൊക്കെ അതിന് കാര്യമായ മാറ്റം തിരിച്ചുണ്ടാവാറുമില്ല. അതിന് പ്രത്യേക എന്തെങ്കിലും മാജിക് മരുന്നുള്ളതായിട്ട് എനിക്കറിയില്ല. ഫേസ്ബുക്കിലൊക്കെ ചിലത് കാണാറുണ്ട്. പരീക്ഷിച്ച് നോക്കാവുന്നവർക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ആയുർവേദ മരുന്ന് ഈ മഞ്ഞളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ഏതായാലും നമുക്കൊരു എന്താ പറയാ കോൺഫിഡൻസ് തരാതെ അത് നല്ലതെന്ന് തോന്നുന്നു. പുകവലി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അസ്സലാമു അലൈക്കും. ഇനി അടുത്ത PM. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എനിക്ക് ഇരുത്തം കൂടുതലായതുകൊണ്ട് അല്പം വയറ് കൂടുതലാണ്. വയറ് കുറയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ദർശാണ് ജോലി. ഈ ചോദ്യത്തിന് പറഞ്ഞു ഞാൻ ഡിസ്കണക്ട് ആയിരുന്നു, ഓർക്കുന്നില്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ക്ലാസ്സിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. വയറ് കൂടുതലും ജോലിയുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ പൊതുവിൽ വെയിറ്റ് വെക്കുന്നത് സാധാരണ അധികം കഠിനാധ്വാനം ചെയ്യാത്ത ആളുകൾക്കാണ്. ഡോക്ടർമാരും അതിൽപ്പെടും. അപ്പം ഭക്ഷണം നിയന്ത്രിക്കുക, പിന്നെ പൊതുവെ വെയിറ്റ് കുറയ്ക്കുക, എക്സസൈസുകൾ ചെയ്യാം. വയറിന് മാത്രമായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് കൊണ്ട് അവിടെയുള്ള ഫാറ്റുകൾ കുറയും എന്നല്ലാതെ നമുക്ക് ചെയ്യാവുന്നത് സിറ്റപ്പ്, അങ്ങനെ കുറെ എക്സസൈസുകളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഇരുന്നിട്ട് കൈയൊന്നും കുത്താതെ തലയുടെ ഭാഗം പൊക്കുക, കാല് മടക്കാതെ ഉയർത്താൻ ശ്രമിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വയറിന്റെ ഭാഗത്ത് മാത്രം എക്സസൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വയറ് മാത്രമല്ല, നമുക്ക് വയറ് ചാടുന്നതിൽ ഒരു നിശ്ചിത പങ്ക് വയറിനകത്തുള്ള ഗ്യാസിനും ഒരു പങ്കുണ്ട്. അപ്പോൾ നമ്മുടെ വയറിന്റെ മസിൽസ് സ്ട്രെങ്ത് ആകുമ്പോൾ കൂടുതൽ ഗ്യാസ് ഉള്ളിൽ നിൽക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടും വയറുള്ളിലേക്ക് പോകാനുള്ളൊരു കാരണമാണ്. പൊതുവിൽ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം കൊഴുപ്പ് കുറയ്ക്കാനായിട്ടുള്ള എക്സസൈസുകൾ ഇല്ല. എന്നാൽ അവിടെയുള്ള മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്നത് ഗുണകരമാണ്. പിന്നെ എല്ലായിടത്തും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ഭക്ഷണത്തിലെ നിയന്ത്രണവും സ്ഥിരമായിട്ടുള്ള എക്സസൈസുകളും ചെയ്യുമ്പോൾ നമ്മുടെ വെയിറ്റ് കുറയുന്ന പോലെ അവിടെയും നമ്മുടെ വയറിലും കുറയും. അത് തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവില്ലെങ്കിലും പിന്നെ തുടക്കത്തിൽ നമുക്ക് വെയിറ്റ് കുറയുമ്പോൾ വയർ കൂടുതൽ ചാടിയതായിട്ട് തോന്നും. പക്ഷെ നമ്മുടെ വെയിറ്റ് സ്ഥിരമായിട്ട് ഒരു 6 മാസത്തിൽ കൂടുതൽ കുറഞ്ഞിരുന്നാൽ വയറിന് അതനുസരിച്ചുള്ള മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അത് രണ്ടാമതൊന്ന് സെറ്റ് ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നതുകൊണ്ടാണ്. അത് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക്
വയറ്റിൽ ഭക്ഷണം ഇല്ലെങ്കിൽ ശരീരത്തിൽ ഒരു വിറ വരുന്നു. ഇതിന് കാരണം എന്താണ് സർ? 21 ഏജ് ഉള്ള ആൾ എത്ര തൂക്കം വേണം? പ്രായവും തൂക്കവും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പ്രായം കുറഞ്ഞ ആളുകൾ വെയിറ്റ് കുറവാണെങ്കിൽ വല്ലാതെ ടെൻഷൻ അടിക്കണ്ട എന്ന് മാത്രമേ ഞാൻ പ്രായവുമായി ബന്ധപ്പെട്ട് വെയിറ്റിനെ കുറിച്ച് പറഞ്ഞുള്ളൂ. പിന്നെ ഭക്ഷണം ഇല്ലെങ്കിൽ വിറ വരുന്നത് ചിലപ്പോ ഷുഗറിന്റെ ലക്ഷണമാവാം, അതല്ലെങ്കിൽ ഇൻസുലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്, ഇൻസുലിനോമ എന്ന് പറയുന്നത്, അതിന്റെ കാരണമാവാം. ഏതായാലും അത് ബുദ്ധിമുട്ടായിട്ടുന്ന രീതിയിലുണ്ടെങ്കിൽ ഒരു പരിശോധന തന്നെ ആവശ്യമാണ്. ഷുഗർ ഉണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം. ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഷുഗറിന്റെ മരുന്ന് കാരണം ഷുഗർ ശരീരത്തിൽ വല്ലാതെ കുറഞ്ഞു പോയാലും ഈ ഇങ്ങനെ വിറ ഉണ്ടാവാം. ഇതൊന്നുമില്ലാതെ വെറുതെ നമ്മൾ നിൽക്കുമ്പോഴുള്ള വേറെയും ചിലത് ഉണ്ടാവാറുണ്ട്. അത് വെറുതെ ബിനൈൻ ട്രെമർ എന്ന് പറയും. എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴുള്ള വേറെ അത് ആ പാരമ്പര്യമായിട്ടൊക്കെ ചില ആൾക്ക് കിട്ടുന്നതാണ്. അത് ടെൻഷൻ അടിക്കേണ്ടത്. ഇൻസുലിൻ എന്നാൽ എന്താണ്? ഇൻസുലിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവാണ്. അത് നമ്മുടെ ശരീരത്തിലുള്ള ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഷുഗറിനെ, നമ്മുടെ ശരീരത്തിലുള്ള ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു വസ്തു, ശരീരത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു വസ്തു. അപ്പൊ അതിന്റെ നിയന്ത്രണം തെറ്റുമ്പോഴാണ് നമുക്ക് ഡയബറ്റിസ് അല്ലെങ്കിൽ ഷുഗറിന്റെ അസുഖം ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം പിടുത്തം കിട്ടാം. ഞാൻ സ്കാനിങ് അടുത്തുള്ളപ്പോൾ കരളിന് തടിപ്പുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ സ്കാനിങ് എടുത്തപ്പോൾ കൊളസ്ട്രോൾ ശ്രദ്ധിക്കുക എന്നാണ് ഡോക്ടർ പറഞ്ഞത്, മരുന്നില്ല. ഇത് സാധാരണഗതിയിൽ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു അസുഖത്തിനാണ് ഇങ്ങനെ സ്കാനിങ് എടുക്കുമ്പോൾ കരളിന് തടിപ്പുണ്ടെന്നും കൊഴുപ്പ് കുറയ്ക്കാനും വേണ്ടി പറയാറ്. സാധാരണഗതിയിൽ തടി കൂടുതലുള്ള ആളുകളിലാണ് അങ്ങനെ ഉണ്ടാവാറ്. അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. തടി കുറയ്ക്കുക, കൊഴുപ്പ് കുറയ്ക്കുക. അതുകൊണ്ട് ചെറിയ ചില വയറുവേദനയും കാര്യങ്ങളും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാറ്. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ കാണും. അതിന് ഇത്തരം ചികിത്സയും ചെയ്യേണ്ടി വരും. ചികിത്സ എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കുക, കൊഴുപ്പ് കുറയ്ക്കുക. അത് ഗർഭിണികളിലാണെങ്കിൽ ചിലപ്പോൾ അത് മഞ്ഞപ്പിത്തമായിട്ടൊക്കെ ചിലപ്പോൾ ലിവറിനെ ബാധിക്കാം. അത്രേ ഉള്ളൂ. അതിൽ ടെൻഷൻ അടിക്കേണ്ട. വെയിറ്റ് കുറയ്ക്കാം, കൊഴുപ്പ് കുറയ്ക്കാം. അതിലുള്ള ഫൈൻഡിങ് ഉള്ളത് ഡോക്ടർ അതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. വയറ്റിൽ ഭക്ഷണം ഇല്ലെങ്കിൽ ശരീരത്തിൽ, ഞാൻ പറഞ്ഞില്ലേ ഇൻസുലിൻ എന്നാൽ എന്താണെന്നും പറഞ്ഞു. ഓക്കെ, ഈ ചോദ്യം പറയാത്ത ആളുകൾക്കൊക്കെ ഇത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? ഏതായാലും അസ്സലാമു അലൈക്കും. എനിക്കെപ്പോഴും ഉറക്കം വരുന്ന അസുഖമുണ്ട്, എന്ത് ചെയ്യണം? എപ്പോഴും ഉറക്കം വരുന്ന പകൽ സമയത്താണോ കൂടുതൽ ഉറക്കം വരുന്നത്? ഈ വ്യക്തി ഇപ്പൊ ഉണ്ടോ അവിടെ? വ്യക്തി ഉണ്ടോ? അത് പറയാനുള്ളത്, വെയിറ്റ് കൂടുതലുള്ള ആളുകള് രാത്രിയിൽ കൂർക്കം എന്ന് പറഞ്ഞു, രാത്രിയിൽ കൂർക്കം വലിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർ പറയുന്ന ആളുകള്, മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കുമ്പോൾ കൂർക്കം വലിക്കുന്ന ആളുകൾ പകൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ രാത്രിയിലെ ഉറക്കം പ്രശ്നം കൊണ്ടുണ്ടാവാം. അങ്ങനെ ഒരു വിഷയം ഉണ്ടാവാം. അതിന് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും. വെയിറ്റ് കൂടുതലുള്ള ആളുകൾ രാത്രിയിൽ കൂർക്കം വലി കാരണം അല്ലെങ്കിൽ തൊണ്ടയിൽ ഉണ്ടാകുന്ന തടസ്സം കാരണം ഇടക്ക് ശ്വാസം മുട്ടി എണീക്കുകയും രാത്രിയിലെ ഉറക്കം പ്രശ്നമാവുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ പകൽ സമയത്ത് ഡേ ടൈം സ്ലീപ്പിനെസ് ഉണ്ടാവാം. അത് ആണെങ്കിൽ അതനുസരിച്ചുള്ള ചികിത്സകൾ ചെയ്യേണ്ടി വരും. അതാണോ അല്ലേ എന്നുള്ളതിന് ലക്ഷണങ്ങൾ, ഒന്ന് തടി കൂടുതലായിരിക്കും അങ്ങനെയുള്ള ആളുകളിൽ. പകൽ സമയത്ത് വെറുതെ ഉറങ്ങിപ്പോവാം. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് വരെ ഉറങ്ങിപ്പോവാം. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ 2 മിനിറ്റത്തേക്കോ 1 മിനിറ്റത്തേക്കോ ഉറങ്ങിപ്പോവാം. പിന്നെ കൂടെ കിടക്കുന്ന ആൾ അല്ലെങ്കിൽ രാത്രി ഉള്ള സമയത്ത് കൂർക്കം വലിക്കുന്നതായിട്ട് മറ്റുള്ളവർ പറഞ്ഞ അറിവ്, സ്വന്തമായിട്ട് അവർക്ക് മനസ്സിലാവില്ല. അതൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ അസുഖമാവാനുള്ള ഒരു സാധ്യത ഉണ്ട്.
അങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ടെൻഷൻ, ഇങ്ങനെ ഒരു ഭയങ്കര ഉറക്കം പകൽ സമയത്ത് തോന്നുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ ഡോക്ടറെ കാണിച്ച് ചിലപ്പോൾ ഒരു സ്ലീപ്പ് സ്റ്റഡിയൊക്കെ ചിലപ്പോൾ നടത്തേണ്ടി വരും. അത് ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം നോക്കുക. ഇബ്രാഹിം, ഓക്കെ, ആ ചോദ്യം കഴിഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം അംസാദ് അലി. എന്റെ ഫ്രണ്ടിന്റെ കൈയിന്റെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. റിപ്പോർട്ട് engine technique, how a sudden jump in latency of left ulnar nerve in the segment corresponding with elbow 2.5 centimeters above elbow with decreasing velocity. The rest of the study is within normal limit. Impression, the electrophysiological data suggests left ulnar neuropathy above elbow, segment corresponding with elbow 2.5 centimeters above elbow. ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു. ഓപ്പറേഷൻ അല്ലാതെ വല്ല പ്രതിവിധിയും ഉണ്ടോ? ഏതായാലും ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു കയ്യിലുള്ള ഞരമ്പിന്റെ ഒരു അസുഖത്തിന് പരിശോധിച്ച റിപ്പോർട്ടാണ്. കയ്യിലുണ്ടാകുന്ന അൾനാർ നെർവ്, റേഡിയൽ നെർവ്, മീഡിയൻ നെർവ് എന്നൊക്കെ പറയുന്ന ഒരു നെർവുകൾ അല്ലെങ്കിൽ നാഡികൾ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ അൾനാർ നെർവ് എന്ന് പറയുന്ന ഒരു നെർവിന് ചെറിയ പ്രശ്നമുള്ളതായിട്ട് ഉള്ള ഒരു റിപ്പോർട്ട് ഒരു വ്യക്തി അയച്ചു തന്നിട്ടുണ്ട്. അതിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അതിന് ഓപ്പറേഷൻ അല്ലാത്ത വല്ല പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ പലപ്പോഴും അത് ആ ഞരമ്പ് പോകുന്ന വഴിയിൽ അമർച്ച കാരണം ഞരമ്പിനുണ്ടാവുന്ന പ്രശ്നമാണ്. അത് ഓപ്പറേഷൻ പറഞ്ഞാൽ പേടിക്കേണ്ട ഓപ്പറേഷൻ, വളരെ ചെറിയ ഓപ്പറേഷനാണ്. വളരെ ചെറിയ ഓപ്പറേഷൻ തന്നെ, വളരെ ചെറിയ ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷൻ നേരത്തെ ചെയ്യുന്നതാണ് നല്ലത്. അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് കുറെ സമയത്തേക്ക് നിന്ന് നമ്മുടെ ആ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക് തള്ളിച്ചന്റെ കാര്യം പറഞ്ഞ പോലെ ആ ഞരമ്പ് ഏതൊക്കെ മസിലിലേക്കാണോ സപ്ലൈ ചെയ്യുന്നത് ആ മസിലില് വീക്ക്നെസ് അല്ലെങ്കിൽ തളർച്ച വന്ന് തുടങ്ങുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തളർച്ച പിന്നെ തിരിച്ചു കിട്ടൂല. ആ വന്നുപോയ തളർച്ച നമുക്ക് പിന്നീട് കറക്റ്റ് ചെയ്യാൻ പറ്റൂല. ഇത് അൾനാർ നെർവ് എൽബോയുടെ 2 സെന്റിമീറ്റർ മുകളിൽ വെച്ച് കംപ്രഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷനാണ്. അപ്പൊ അത് സാധാരണ മുറിവൊക്കെ ഉണ്ടായ കാലിലും കയ്യിലൊക്കെ മുറിവുണ്ടായാൽ തുന്നുന്നത് പോലെ ലളിതമായ ഓപ്പറേഷൻ ആയിരിക്കും അത്. അതുകൊണ്ട് പക്ഷേ ന്യൂറോളജിസ്റ്റാണ് ചെയ്യുക, അല്ലെങ്കിൽ ന്യൂറോ സർജൻ ചെയ്യുക. അപ്പോൾ അത് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് തന്നെ ആയിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കുട്ടിക്കുള്ള മുലപ്പാൽ വളരെ കുറവാണ്, അത് വർദ്ധിക്കാനുള്ള പരിഹാരം? മുലയൂട്ടുക എന്നുള്ളത് തന്നെയാണ് മുലപ്പാൽ വർദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. മുലയൂട്ടൽ കുറയുന്നത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മുലയൂട്ടൽ എന്ന് പറഞ്ഞാൽ കുട്ടി മുലക്കണ്ണിയിൽ നമുക്ക് കുട്ടിയുടെ ചുണ്ടുകൊണ്ടുണ്ടാകുന്ന ആവേഗങ്ങൾ മുലപ്പാൽ കൂടുതൽ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ മുല കുടിക്കുന്നതിനും കൊടുക്കുന്നതിനൊക്കെ പല ടെക്നിക്കുകളുണ്ട്. അത് നമുക്ക് ഉമ്മമാര് അല്ലെങ്കിൽ അറിയുന്ന ആളുകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അത് കൃത്യമല്ലെങ്കിൽ മുലപ്പാലിന്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ അത് കൃത്യമാണോ എന്ന് നോക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അത് വീട്ടിൽ പറഞ്ഞെടുക്കാൻ ആളില്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള നഴ്സുമാരുണ്ടാവും, അതൊക്കെ പറഞ്ഞു തരാൻ. അത് ഡോക്ടറുടെ സഹായത്തോടെ ചോദിക്കുക. എന്നിട്ടും ബുദ്ധിമുട്ട് പാല് വളരെ കുറവാണെങ്കിൽ അതിന് ഗുളികകൾ ഡോക്ടറോട് പറഞ്ഞ് വാങ്ങിക്കാവുന്നതാണ്. വെളുത്തുള്ളി ആസിഡിറ്റിക്ക് നല്ലതാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താ പറയാ, വെളുത്തുള്ളി ഈ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണെന്ന് ചില പഠനങ്ങളൊക്കെ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അസിഡിറ്റിക്ക് നല്ലതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അസിഡിറ്റിയുള്ള കുറെ ആൾക്കാർക്ക് വെളുത്തുള്ളി കൊടുത്തു നോക്കിയിട്ട് കുറയുണ്ടോ എന്ന് നോക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് വിവരം പറയും. ഇത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്കറിയില്ല. വെളുത്തുള്ളി കഴിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഏതായാലും അതിന് പഠനം നടത്താന്ന് പറഞ്ഞാൽ ശരിക്ക് അസുഖമുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ കുറെ ആളുകൾ നിർത്തി കുറെ ആളുകൾക്ക് വെളുത്തുള്ളി കൊടുക്കണം, വേറെ ആളുകൾക്ക് ഒന്നും കൊടുക്കാതിരിക്കണം. എന്നിട്ട് അതിൽ 100 പേരുണ്ടെങ്കിൽ വെളുത്തുള്ളി കഴിച്ച ആളുകൾക്ക് വെളുത്തുള്ളി കഴിക്കാത്ത ആളുകളെക്കാൾ പെട്ടെന്ന്
ഈ ഗ്യാസിന്റെ പ്രശ്നം കുറയണം. ഇങ്ങനെ ഉണ്ടായാൽ അതുണ്ട് എന്ന് പറയാം. അങ്ങനെ ഇതുവരെ പഠനങ്ങൾ നടത്തിയായിട്ട് അറിയില്ല. അപ്പം അതിനൊരു കൃത്യമായ ഒരു ഉത്തരം ഒരു പറയാൻ ബുദ്ധിമുട്ടാണ്. കഴിച്ചു നോക്കുക. നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. കൊളസ്ട്രോളിന് നല്ലതാണ് ഏതായാലും. ഐ ഹാവ് പൈൽസിന്റെ പ്രോബ്ലം ഉണ്ട്. സംടൈം ഇറ്റ് ഈസ് ബ്ലീഡിംഗ്, സം ടൈം പെയിൻ ഓൾസോ. ഡോക്ടർ ഗേവ് മൈ മെനി മെഡിക്കേഷൻ, ഈവൻ ഇറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് ക്യൂർഡ്. ഹൗ ടു കെയർ ആൻഡ് ക്യൂർ ദിസ്? ഐ ആം ജസ്റ്റ് 25 years old. പ്ലീസ് ഗിവ് എൻ അഡ്വൈസ്. ജസാക്കല്ലാഹ്. ഏതായാലും എനിക്ക് ഈ പൈൽസിന്റെ അസുഖം ഉണ്ടെന്നാണ് ഒരു വന്നിട്ടുള്ളത്. അത് ബ്ലീഡിംഗ് ഉണ്ട്, ചില സമയത്ത് വേദനയുണ്ട്.